അന്ന് നല്ലൊരു കട്ട ബ്രേക്കപ്പും കൂടി കിട്ടി. എനിക്കിത് പറയാൻ മടിയാണ്. ഇതിലൊക്കെ ഇൻവോൾവ് ആണെന്നുണ്ടെങ്കിലും ഇത് പറയാറായിട്ടുള്ള ആകെ മുഞ്ചി തെളിഞ്ഞിരിക്കുക. ഇന്റർനെറ്റും ഇതൊക്കെ ആയിട്ട് ഭയങ്കര ബന്ധമായിരുന്നു, ഭീകരമായ ബന്ധമായിരുന്നു. പല പല CDs റൈറ്റ് ചെയ്ത് നമുക്ക് തരാറുണ്ടായിരുന്നു. നല്ല ബന്ധമായിരുന്നു. ഇന്റർനാഷണൽ സിനിമ, ഇന്റർനാഷണൽ സിനിമകളും എല്ലാ സിനിമകളും. ബാംഗ്ലൂരൊക്കെ പഠിച്ചെങ്കിൽ ഞാൻ തെറി അത് ഫക്യൂന്ന് പോലും പറയാൻ പറ്റില്ല, അതുപോലെ അറിയില്ല. മലയാളത്തിലെ നല്ല ഉഷിരൻ മറ്റേ അന്ന് ഇത്ര മൾട്ടി ടാലന്റ് ആയിരുന്നു, ഭയങ്കര വിവരമായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടി കുറച്ച് തള്ളും, ഞാനൊക്കെ വിശ്വസിച്ചു. പക്ഷെ അൽഫോൺസ്, കിച്ചു, ഷറഫ് ഇവരൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ആ തളെല്ലാം നടക്കില്ല. അത് തറയിലിരുന്നുണ്ട് ഒരുപാട്. ഞാൻ വിചാരിച്ചു ഈ തെണ്ടികളൊക്കെ, അതായത് PTA മീറ്റിംഗ് മാസത്തിൽ ഒരു ദിവസം ഉണ്ടാവുള്ളൂ, എനിക്ക് ഡെയിലി PTA മീറ്റിംഗ് 10,000 രൂപ എടുക്കാനില്ല. അന്ന് 10 രൂപ പോലും. ഈ സീരിയലിൽ നമ്മൾ അഭിനയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സിനിമയിലേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സീരിയൽ നടൻ എന്നുള്ളൊരു മുദ്ര കുത്തിയിട്ട് അവിടെ ഇരുത്തും. ഓരോ വർഷം ഓരോ സിനിമ എന്നുള്ള രീതിയിലേക്കാണ് ഇറങ്ങിയേക്കുന്നത്. അത്രയും ചൂസ് ചെയ്തിട്ടായിരുന്നു ഞാൻ അന്നും പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെയാണ്. എനിക്ക് വളരെ കുറച്ച് സിനിമ ചെയ്തുള്ളൂ. Every wedding unforgettable. Joya Lucas, world's favorite jeweler. വർഷം 2015, കൃത്യം 10 വർഷങ്ങൾക്ക് മുമ്പ് സിനിമയിൽ അങ്ങനെ പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നുമില്ലാത്ത കുറച്ചധികം ചെറുപ്പക്കാർ മലയാള സിനിമയുടെ മുഖമായി മാറിയ വർഷമായിരുന്നു 2015. 10 വർഷത്തിനിപ്പുറം അതിലെ ഓരോരുത്തരും സ്വന്തമായ ഐഡൻറ്റിറ്റികൾ ഉണ്ടാക്കിയിരിക്കുന്നു. അതിലേറ്റവും പവർഫുള്ളായ ഒരു ഇമേജ് ഉണ്ടാക്കിയ, ആക്ഷനൊക്കെ കൺവിൻസിംഗ് ആയി ചെയ്യാമെന്ന് തെളിയിച്ച ഒരു നടനാണ് സിജു വിൽസൺ. സിജു വിൽസണിൻ്റെ പോഡ്കാസ്റ്റ് സെഷനാണ് ഇത്. ക്ലോസ് ആൻഡ് പേഴ്സണൽ സിജു വിൽസൺ. നമസ്കാരം. നമസ്കാരം വിഷ്ണു. നമസ്കാരം. 2015 എന്ന് പറയുന്നത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു കാലഘട്ടം. അതിനുശേഷം 10 വർഷത്തിനിപ്പുറം ആ ആലുവ ടീമിലുണ്ടായിരുന്ന എല്ലാവരും ഒറ്റയ്ക്ക് ബ്രാൻഡായിട്ട് നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നു. ഇന്ന് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ മാർക്കറ്റ് ഉണ്ട്. എല്ലാവരും വെച്ചുകൊണ്ട് ആളുകൾ പടങ്ങൾ ആലോചിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും നായകന്മാരാ. ഇങ്ങനൊരു ഡ്രീം ഉണ്ടായിരുന്നോ ശരിക്കും നിങ്ങളുടെ കൂട്ടുകെട്ട് തുടങ്ങുമ്പോൾ? ഇത് ഒറ്റയ്ക്ക് നായകന്മാരാവാൻ തന്നെയാണ് നമ്മൾ വന്നിരിക്കുന്നതെന്ന്? തീർച്ചയായിട്ടും നമ്മൾ സിനിമയിൽ വരണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സ്ക്രീനിൽ തിയേറ്ററിൽ പോയി സിനിമകൾ കാണുമ്പോൾ നായകന്മാരിങ്ങനെ ഷൈൻ ചെയ്ത് കാണുമ്പോൾ നമ്മൾ ആ സ്ഥാനത്തായിരുന്നെങ്കിൽ എന്നാലോചിച്ച് അങ്ങനെയാണ് പതിയെ ആഗ്രഹം ഡെവലപ്പായി ആണ് ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് എത്തുന്നത്. നായകനാവണം എന്നുള്ളത് തന്നെ ആയിരുന്നു. പിന്നെ ആദ്യത്തെ ഒരു ഇതിൽ വരുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും കയറി പറ്റാന്നുള്ളതാണല്ലോ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എങ്ങനെ നായകനാവാം, അല്ലെങ്കിൽ എങ്ങനെ കഥാപാത്രങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫുൾ സിനിമ എങ്ങനെ ഷോൾഡർ ചെയ്യാം എന്നൊക്കെയുള്ളൊരു ചിന്തകളിലേക്കൊക്കെ പോകും. തീർച്ചയായിട്ടും എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാവരും നായകന്മാരാകാൻ വേണ്ടിയിട്ട് തന്നെ വന്നതാണ്. പക്ഷേ റിസ്ക് ഫാക്ടറാണ്, ഭയങ്കര റിസ്ക്കിയാണ് നായകന്മാരാകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഭയങ്കര റെസ്പോൺസിബിലിറ്റി അല്ലേ. ശരിക്കും നായകന്റെ കൂട്ടുകാരനാവണല്ലോ കുറച്ചുകൂടി റിസ്ക് ഫ്രീയും പടങ്ങളുടെ എണ്ണം കൂടുതലും. അങ്ങനെ നോക്കുമ്പോൾ റിസ്ക് ഫ്രീ ആണ്. പക്ഷേ എനിക്ക് തോന്നിയേക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിഷ്ടമുള്ള കോണ്ടന്റുകളുണ്ടല്ലോ, അത് ചിലപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. അപ്പം നമ്മൾ നായകന്മാരായി കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു അക്സെപ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കുള്ളൊരു പ്രിവിലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റുകളും നമുക്ക് ഇഷ്ടപ്പെടുന്ന കോണ്ടന്റുകളൊക്കെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. മറ്റേത് ചിലപ്പോൾ ഇപ്പോൾ ഒരു നായകൻ ചൂസ് ചെയ്ത ഒരു സിനിമയിൽ ഒരു കൂട്ടുകാരൻ്റെ കഥാപാത്രമായിട്ടായിരിക്കും നിൽക്കുന്നത്. മറ്റേത് നമ്മളൊരു ഹോൾ സിനിമ ഷോൾഡർ ചെയ്ത് നമ്മളൊരു കോണ്ടന്റ് കൊടുക്കുകയാണല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ഐഡിയൽ, നമ്മുടെ ചിന്തകളിൽ നിൽക്കുന്ന രീതിയിലുള്ള കോണ്ടന്റുകൾ നമ്മൾ ഓഡിയൻസിന് കൊടുക്കുകയാണ്. അത് എന്ത് സംഭവിക്കുന്നു നമുക്കറിയാൻ പാടില്ല. പക്ഷെ നമുക്ക് ആഗ്രഹിക്കും, നമ്മൾ ഇപ്പം ചെയ്യണം എന്ന് തോന്നുന്ന ഒരു കോണ്ടന്റ് നമ്മൾ കേട്ട് കഴിയുമ്പോൾ ഭയങ്കര അത്രയും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കോണ്ടന്റൊക്കെ അപ്പം തന്നെ നമുക്ക് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. ആ ഒരു പ്രിവിലേജ് ഉണ്ട് നായകന്മാരായി കഴിഞ്ഞാൽ. മറ്റേ നായകൻ ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കൂട്ടുകാരനാകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം. അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. ഈ 2008-09 സ്ട്രഗിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഈ പറഞ്ഞ ഓഡീഷൻ ഇന്നത്തെ പോലത്തെ ഒരു കൃത്യം ഒരു ഫോർമാറ്റ് വന്നു തുടങ്ങിയിട്ടില്ല. ആരെ സമീപിക്കണമെന്ന് സിജു വിൽസൺ പോലത്തുള്ള നടന്മാർക്ക് അറിയില്ല. റൈറ്ററിനെയാണോ സമീപിക്കേണ്ടത്, അസിസ്റ്റന്റിനെയാണോ സമീപിക്കേണ്ടത്, അസോസിയേറ്റിനെയാണോ സമീപിക്കേണ്ടത്, പ്രൊഡക്ഷൻ മാനേജറിനെയാണോ സമീപിക്കേണ്ടതെന്നും കൃത്യമായിട്ട് ധാരണകളില്ല. പിന്നെ ഉള്ള സ്ട്രഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് പുതിയ ആളുകളെ, യങ്ങായിട്ടുള്ള ആളുകളെ ആക്സെപ്റ്റ് ചെയ്യുന്നത് മലയാള സിനിമയ്ക്ക് കുറച്ച് കുറവായിരുന്നു. മോഹൻലാൽ, മമ്മൂട്ടി, ജയറാം, ദിലീപ്, സുരേഷ് ഗോപിയിൽ അന്ന് ഒതുങ്ങുമായിരുന്നു. അതായിരുന്നു അന്നത്തെ സ്ട്രഗിള്. 2025 സിജു വിൽസന്റെ സ്ട്രഗിൾ എന്താ? ഒരുപാട് സ്ട്രഗിളുകളുണ്ട്. സസ്റ്റെയിൻ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ സ്ട്രഗിള്. നമ്മളിവിടെ നിലനിൽക്കാന്നുള്ളൊരു കാര്യമുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ സ്ട്രഗിളായിട്ട് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, പണ്ട് നമ്മൾ പറയുന്നത്, അതായത്
ഇപ്പോൾ ഞാൻ 2009 2009 തൊട്ടാണ് ശ്രമിച്ചു തുടങ്ങുന്നത്. 2009 വിനീതിന് മലർവാടി ആർട്സ് ക്ലബിൻ്റെ ഓഡീഷന് വേണ്ടിയിട്ട് മെയിൽ അയക്കുന്നത്, ഞാൻ ഇതിന്. അന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഫേസ് ഒരുപാട് ഇങ്ങനെ കാണിച്ച് എല്ലാത്തിലും വന്ന് ആൾക്കാർക്ക് യൂസ്ഡ് ആവരുത്, അല്ലെങ്കിൽ കണ്ട് ബോറടിക്കരുതെന്ന് പറയുമായിരുന്നു. കാണുന്ന എല്ലാത്തിലും പോയി തലയിട്ടിട്ട് ആൾക്കാരെ വെറുപ്പിക്കരുതെന്ന് നമ്മളന്ന് പറയുമായിരുന്നു. അത് കാരണം അത്രയും ചൂസ് ചെയ്യും. നമ്മൾ സുഹൃത്തുക്കളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരുന്ന കാര്യമാണ്. അതായത് കണ്ട എല്ലാത്തിലും പോയി എന്താ പറയുക, അന്ന് ഒരുപാട് സീരിയൽ ഓഫേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. അപ്പോൾ അന്നും അതെ ഇന്നും അതിപ്പോൾ സീരിയലിൽ മുഖം കാണിച്ചാൽ സീരിയലിൽ നമ്മൾ അഭിനയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സിനിമയിലേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ സീരിയൽ നടൻ എന്നുള്ളൊരു മുദ്ര കുത്തിയിട്ട് അവിടെ ഇരുത്തും. അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്. അപ്പം അന്ന് ആ ഒരു ചിന്തയായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. ഇന്ന് ഓഡിയൻസിനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. അതാണ്, അല്ലെങ്കിൽ മറന്നു. കാരണം അതുപോലത്തെ കോണ്ടന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഫോണിലെ ആൾക്കാരെ എന്തുണ്ട്, അത് എല്ലാവരും സെലിബ്രിറ്റീസ് ആണല്ലോ ഫോണിൽ. ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സും എല്ലാവരും ഭയങ്കര സെലിബ്രിറ്റീസാണ്. അപ്പോൾ ഒരുപാട് മുഖങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓഡിയൻസ്. അതായത് പാൻ വേൾഡ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഫോണിലാണ് ഇപ്പോൾ സിനിമ, കൈകളിലാണ് സിനിമയും അല്ലെങ്കിൽ കോണ്ടന്റുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ മറന്നു. അതാണ് ഏറ്റവും വലിയ സ്ട്രഗിളായിട്ട് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അധികം ചൂസ് ചെയ്യാനും പറ്റില്ല. ഞാനാണെങ്കിൽ ഭയങ്കര ചൂസ് ചെയ്തിട്ടാണ് സിനിമകൾ ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, വർഷത്തിൽ 1 പടം, വർഷത്തിൽ 2 പടം ഇങ്ങനെയൊക്കെ ഇറങ്ങുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ സൂപ്പർ സ്റ്റാറിനെയൊക്കെ പോലെ. അതെ, അത് സൂപ്പർ സ്റ്റാർ ആയി കഴിഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തത്. എനിക്ക് തോന്നുന്നു സിനിമ തുടങ്ങിയ ടൈം തൊട്ട് തന്നെ ഞാൻ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ സിനിമയിൽ വന്ന സമയം തൊട്ട് തന്നെ ഞാൻ ചൂസ് ചെയ്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം 2010 മലർവാടി ആർട്സ് ക്ലബ്ബ് ചെയ്തതിന് ശേഷം 2013 നേരെ ഇറങ്ങുന്നത്. അത് കഴിഞ്ഞ് നേരെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഒന്ന് ആൾക്കാരെല്ലാവരും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആക്ടർ ഉണ്ടെന്നും അല്ലെങ്കിൽ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നത്, ഒരു ക്യാരക്ടർ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചെയ്യുന്നത് ബിവെയർ ഓഫ് ഡോഗ്സ് ആണ്. 2014 ഇറങ്ങുന്നത്. അത് കഴിഞ്ഞ് 2015 പ്രേമം. അങ്ങനെ കുറച്ച് പരിപാടികളാണ്. ഓരോ വർഷം ഓരോ സിനിമ എന്നുള്ള രീതിയിലേക്കാണ് ഇറങ്ങിയേക്കുന്നത്. അത്രയും ചൂസ് ചെയ്തിട്ടായിരുന്നു ഞാൻ അന്നും പോയിക്കൊണ്ടിരുന്നത്. അത് ഇപ്പോഴും അങ്ങനെയാണ്. എനിക്ക് വളരെ കുറച്ച് സിനിമ ചെയ്തുള്ളൂ. ഞാനിപ്പോൾ 15 വർഷമാണ്. ഈ ജൂലൈ 16 15 വർഷവും സിനിമയിൽ. വളരെ കുറച്ച് സിനിമകൾ ചെയ്തിട്ടുള്ളൂ. എല്ലാം കയറി ചെയ്തിട്ടില്ല. വന്നെല്ലാം തന്നെ ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് ഹാപ്പി വെഡ്ഡിങ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് നായകൻ ഓഫേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എന്നെ എക്സൈറ്റിംഗ് ആക്കിയിട്ടുള്ള ഒരു കഥാപാത്രമോ അല്ലെങ്കിൽ ഒരു കഥയോ കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ചെയ്തില്ല. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു, ഇപ്പം എൻ്റെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. ഇപ്പം ഇപ്പോഴും സെറ്റിൽ ചെന്ന് കഴിയുമ്പോൾ ആദ്യത്തെ 3 ദിവസം 4 ദിവസം കഴിയുമ്പോഴാണ് ഞാനൊന്ന് ട്രാക്കിലേക്ക് ആവുന്നത്. ആ ഈസ്നെസ് വരാനായിട്ട് നമ്മൾ ബാക്ക് ടു ബാക്ക് സംഭവങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, പക്ഷെ അപ്പുറത്ത് വേറൊരു തിയറിയും കൂടി ഇല്ലേ, വരുന്നതെല്ലാം ചെയ്യണം തുടക്കത്തില്. എന്താ നമുക്ക് വർക്ക് ആവാന്ന് അറിയില്ല. ഈ എപ്പോഴും കണ്ടിട്ടില്ലെങ്കിൽ ആളുകൾ നമ്മളെ മറന്നും പോവും എന്നുള്ള ഒരു കാര്യം. ഇത് എല്ലാ പുതുമുഖ നായകന്മാർക്കും എവിടെ നിന്നൊക്കെയോ ബൈ ഡിഫോൾട്ട് കിട്ടുന്ന ഒരു ഉപദേശം. അത് സ്വീകരിക്കാതിരിക്കുന്നതിലും ഒരു റിസ്ക് ഇല്ലേ? റിസ്ക് അല്ല, അന്നത്തെ കാലത്ത് എനിക്ക് അങ്ങനത്തെ ഒരു റിസ്ക് തോന്നിയിട്ടില്ല. കാര്യം നമ്മൾ ഇപ്പോൾ ഒരു കഥാപാത്രം ചൂസ് ചെയ്ത് വൃത്തിയായിട്ട് ചെയ്ത് എത്തിച്ചു കഴിഞ്ഞാൽ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൊരു ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ ആ ചെയ്ത എല്ലാ സിനിമകളിലെയും കഥാപാത്രങ്ങൾ ഇപ്പോഴും ആൾക്കാർ ഓർത്തിരിക്കുന്ന കഥാപാത്രങ്ങളാണ്. ഞാൻ വളരെ കുറച്ച് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാം ആൾക്കാർക്ക് ഓർത്തിരിക്കുന്ന അല്ലെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലൊരു എന്താ പറയുക, ഒരു എഫക്റ്റീവായിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പം അന്നത് തോന്നിയിട്ടില്ല. പക്ഷെ ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ആൾക്കാർ മറന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ആൾക്കാർ അങ്ങനെ മറന്നു പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇപ്പം നമ്മൾ റീസെൻ്റ്ലി ഇപ്പോൾ ഡിറ്റക്റ്റീവ് വിജിലൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണെങ്കിലും നല്ല അപ്രീസിയേഷനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴും ഈ പറയുന്ന മനസ്സിലിങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. അതായത് കണ്ടിന്യൂസ്ലി പടം ചെയ്യണോ അല്ലെങ്കിൽ ചൂസ് ചെയ്തിട്ട് അത്രയും ചെയ്തിട്ട് ചെയ്താൽ മതിയോ എന്നുള്ളത്. പക്ഷെ ഞാനിപ്പോൾ ഒരു സ്റ്റാൻഡ് എടുത്തേക്കുന്നത് ഒരു മിനിമം ആവറേജ് ഇതുള്ള സംഭവം നോക്കിയിട്ട് ചെയ്യാമെന്നുള്ളൊരു രീതിയിലാണ് ഞാനിപ്പോൾ തീരുമാനം എടുത്തതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയില്ല ഇത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ സിനിമ വർക്കാവില്ലെന്നും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് എന്തൊരു കളക്റ്റീവായിട്ടുള്ളൊരു എഫേർട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അല്ലെങ്കിൽ എനിക്ക് ഇതിൽ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയം
എൻ്റെ അഭിനയം നന്നാക്കുക എന്നുള്ളത് മാത്രമേ അതിനകത്ത് ചെയ്യാൻ പറ്റുള്ളൂ. വെറുതെ ഇരുന്നിട്ട് അഭിനയം പഠിക്കാൻ പറ്റില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ നമുക്കത് പഠിക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ പതിയെ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പതിയെ പ്രാക്ടീസ് ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലെടുത്ത് എത്തിയേക്കണം. അപ്പോൾ കഥയും കഥാപാത്രങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൽ നിന്ന് ഭീകര ചൂസി അല്ലാതെ അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന പെർഫോം ചെയ്യാനുള്ള സ്പേസുള്ള കഥാപാത്രങ്ങൾ ചെയ്യാന്നുള്ളതാണ് ഞാനും വിചാരിച്ചേക്കുന്നത്. സിജുവൽസിന്റെ അച്ഛൻ ഭയങ്കര വലിയൊരു ആക്ഷൻ സിനിമ ആരാധകനാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ ഈ ആക്ഷൻ സിനിമകളൊക്കെ ടി വിയിൽ ഇട്ടിട്ട് ഈ ബ്രൂസ്ലിയുടെയും ജാക്കി ചാൻ്റെ ടി വിയിലല്ല, പുള്ളി തിയേറ്ററിൽ പോയി കാണുള്ളൂ. ഞങ്ങളൊന്നും പോയി കാണിക്കില്ല. ഇംഗ്ലീഷ് മൂവീസ് പുള്ളി ഒറ്റയ്ക്ക് പോയി കാണാം. കാരണം അന്നും ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലി ആയതുകൊണ്ട് എല്ലാവരും ഒരുമിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൻ്റെ ചിലവ് അറിയാമല്ലോ. ഒരു 10 പേര് ഒരുമിച്ച് വീട്ടിൽ നിന്ന് സിനിമ കാണാൻ പോകാന്ന് പറയുമ്പോഴത്തേക്ക് അത്രയും ചിലവുണ്ട്. ആണ്ടിലും കൊല്ലത്തിലൊക്കെ അങ്ങനെ കാണാൻ പോവുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷ് മൂവീസ് ഒന്നും പുള്ളി ആരെയും കാണിക്കാതെ പുള്ളി ഒറ്റയ്ക്ക് പോയി കാണുന്നവരാണ്. ആരും കാണുന്നില്ല. ഒന്നാമത് ആരും കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വല്ലപ്പോഴും എന്നെ കൊണ്ടുപോയായിരുന്നു. എന്നെ ഒരുമിച്ച് കാണാനൊക്കെ ആയിട്ട് ഇടയ്ക്ക് ചില സമയങ്ങളിലൊക്കെ പോയി കാണാറുണ്ടായിരുന്നു. അപ്പോൾ ഈ എൻ്റെ ഡ്രാഗണോ അയൺ മങ്കിയോ കണ്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഡ്രാഗൺ കണ്ടിട്ടുണ്ട്. പിന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ കുർബാന കൊള്ളപ്പാടായിരുന്നു. ക്രിസ്ത്യൻസിൻ്റെ ഇതിലറിയില്ലോ, കുർബാന കൊള്ളപ്പാട്, ഹോളി കമ്മ്യൂണിയൻ. അപ്പം അങ്ങനത്തെ പരിപാടിക്ക് നമ്മളിവിടെ ബ്രോഡ്വേയിൽ വന്നിട്ട് എനിക്ക് ഷൂസൊക്കെ, പുതിയ ഷൂസ്, മറ്റു ലൈറ്റ് കത്തുന്ന ഷൂസൊക്കെ വാങ്ങിച്ചിട്ട് പോരാണ്. അപ്പോൾ പോരുന്ന വഴിക്ക് പുള്ളി ശ്രീധറിൽ പടം കാണാൻ കയറും. 6 മണി ഷോയ്ക്ക് കയറാനായിട്ട് ചെന്നേക്കാണ്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ടെർമിനേറ്ററാണ് അപ്പോൾ ശ്രീധറിൽ കളിക്കുന്നത്. അപ്പോൾ ഞാനും പപ്പയും കൂടി ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഞാൻ ശ്രീധറിൻ്റെ ഫ്രണ്ടിൽ കാണുന്നത് ഒരു സ്കെൽട്ടൺ മറ്റേ കണ്ണൊക്കെ ഇട്ട് പിടിച്ചിരിക്കണ. അപ്പം തന്നെ എൻ്റെ കിളി പോയി, പേടിയായി. ഞാൻ എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചെറുതാണല്ലോ, എനിക്ക് കാണണ്ട, എനിക്കങ്ങനെ വേണ്ട, എനിക്ക് ചെറിയ കരച്ചിൽ സീനുകളെ. അപ്പോൾ പുള്ളിക്ക് ആണെങ്കിൽ പുള്ളിക്ക് കാണണം എന്നുള്ളൊരിതാണ്. ഇവനെ കൂടെ കൂട്ടിയും പോയല്ലോ എന്നൊരു സാധനം പുള്ളിക്കുണ്ട്. പുള്ളിയൊരു 2 ഇതിൽ നിന്നിട്ട് പിന്നെ അവസാനം നമ്മൾ ഷേണായിസിൽ പോയിട്ട് മിഥുനം കാണാനായിട്ട് അവിടെ നിന്ന് നേരെ അപ്പം തന്നെ ബസ് പിടിച്ച് ഷേണായിസിൽ പോയി മിഥുനം കണ്ടു. അപ്പം ഓൾറെഡി തുടങ്ങിയായിരുന്നു സിനിമ. ഇപ്പോഴും ഓർമ്മയുണ്ട്, ഇവർ രണ്ടുപേരും സൈക്കിൾ ഓട്ടിയിട്ട്, ലാലേട്ടൻ സൈക്കിൾ ഓട്ടി, ബിസിനസ് പ്ലാനല്ല, അടിച്ചു മാറ്റാൻ മറ്റേ ഒളിച്ചോട്ടം പരിപാടി, സൈക്കിളൊക്കെ ചവിട്ടിയിട്ട് പോകുന്ന പരിപാടി. അതാണ് അവിടെ നിന്നാണ് തുടങ്ങിയാണ് ഞാൻ സിനിമ കാണുന്നത്. ആ ഒരു ഏരിയ നോക്കുമ്പോൾ ശരിക്കും സിജുവൽസിൻ്റെ ഒരു ജനറേഷൻ മൊത്തം സിജുവൽസിന് ഭയങ്കര ലക്കിയല്ല. കാരണം എത്രയോ ഐക്കോണിക് ആയിട്ടുള്ള ഇന്ന് കുട്ടികൾ യൂട്യൂബിൽ മാത്രം കാണുന്ന, അല്ലെങ്കിൽ കുറേ പേരൊക്കെ ടി വിയിൽ മാത്രം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള സിനിമകൾ കുറേയൊക്കെ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വല്ലാത്തൊരു ചെറുപ്പം അവകാശപ്പെടാനല്ലേ? അതല്ല ഞാൻ പറഞ്ഞു, ഞാൻ അധികം തിയേറ്ററിൽ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. അധികം പോയിട്ടില്ല. വളരെ കുറച്ച് സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ളൂ. പറഞ്ഞ പോലെ അത്രയും ഹിറ്റാവുന്ന സിനിമകൾ മാത്രം ഫാമിലി ആയിട്ട് ഒരുമിച്ച് പോകുന്ന പരിപാടി. ഇന്നും ആ സിറ്റുവേഷൻ ഉണ്ട്. എന്നും ടിക്കറ്റ് റേറ്റൊക്കെ ഭയങ്കരമായിട്ട് കൂടിയിട്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് അവരും ചൂസ് ചെയ്തിട്ടാണ് സിനിമകൾ പോയി കാണുന്നത്. കാരണം അത്രയും ചിലവല്ലേ. സാധാരണ ഫാമിലിയിൽ നിന്ന് വരുമ്പോൾ അത്രയും ടിക്കറ്റ് റേറ്റ് 200 രൂപ വെച്ച് ഒരു 10 പേര് പോയി കഴിഞ്ഞാൽ എത്രയായി? അതിൻ്റെ ബാക്കി ചിലവുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അന്ന് അധികം സെലിബ്രേറ്റ്, ഏറ്റവും കൂടുതൽ ഞാൻ ടി വിയിലാണ് സിനിമകൾ കണ്ടേക്കുന്നത്. ഏറ്റവും കൂടുതൽ ടി വിയിലായിരുന്നു. ഞാൻ ടി വിയുടെ ഫ്രണ്ടിലിരുന്നിട്ടാണ് ഫുൾ ടൈം. എനിക്ക് എത്ര അടി കിട്ടിയിട്ടുണ്ടെന്ന് പറയും, ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ക്ഷണക്കത്ത് എന്ന് പറഞ്ഞ സിനിമ, ഹിറ്റ് സോങ്സും അങ്ങനത്തെ പറയാം, ഭയങ്കര ലവ് സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സ്കൂളിൽ വന്നിട്ട് എല്ലാവരും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. തിയേറ്ററിൽ കണ്ടിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരായിരുന്നു. അപ്പോൾ എനിക്കിത് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു സൺഡേ ഇത് ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ ടി വി ഇല്ല, വല്യമ്മയുടെ വീട്ടിലാണ് ടി വി ഉള്ളത്. കുറച്ച് ദൂരമുണ്ട് നടക്കാൻ, ഒരു 250 മീറ്റർ മാറിയിട്ടാണ് അത് വീടുള്ളത്. അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് ഡേ എനിക്ക് എക്സാമാണ്. എക്സാം ആയിട്ടപ്പോൾ എന്തോ ഫുഡ് കൊണ്ടുവന്ന പാത്രം എന്തോ കൊണ്ടുപോയി കൊടുക്കാനായിട്ട് ആൻറ്റിയുടെ വീട്ടിൽ, വലിയമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഓക്കെ ചാടാൻ പറ്റിയ അവസരം കുത്തിരുത്തി പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ബുക്കിൻ്റെ ഫ്രണ്ടിലേ ഇരിക്കില്ല, ഞാനൊക്കെ ഫുൾ ടൈം ഗ്രൗണ്ടിലാണ്. ബുക്കിൻ്റെ മുമ്പിൽ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടിയ ഒരു അവസരം കിട്ടിയപ്പോൾ നേരെ ചാടി ഓടി അവിടെ പോയി പാത്രം കൊടുത്ത് അവിടെ ഫുൾ സിനിമയെ കണ്ടിരുന്നിട്ടാണ് ഞാൻ തിരിച്ചു പോരുന്നത്. തിരിച്ചു അന്ന് ഈ പറയുന്ന ലാൻഡ് ലൈനോ ലാൻഡ് ഫോണോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വലിയമ്മയുടെ വീട് തൊട്ട് വീട് വരെ അടിച്ചടിച്ചിട്ടാണ് എന്നെ കൊണ്ടുവരുന്നത്. ചൂരലിനെ പടപടപടപടയുന്നുണ്ട്. പിറ്റേ ദിവസം എക്സാം അല്ലേ, ടി വിയുടെ മുമ്പിൽ കുത്തിയിരുന്ന് സിനിമ കാണാറില്ലേ, നല്ല പിറ്റേ ദിവസം മറ്റേ കാലിൽ മറ്റേ ചൂരലിനെ അടിയിട്ട് കഴിയുമ്പോൾ 2 വരപ്പാട് ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ചുവന്നിട്ട്
അങ്ങനെ കാലിനൊക്കെ അടിയിട്ടിട്ടാണ് പോകുന്നത്. അന്ന് ട്രൗസറൊക്കെയാണ്. ആ അതൊക്കെ ഇട്ടിട്ട് ആണ് സ്കൂളിൽ പോണത്. പക്ഷെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പടം കണ്ടല്ലോ, അടി കിട്ടിയാലും. ഞാൻ കേട്ടിട്ടുണ്ട് അച്ഛന് സിജു എന്നെ പഠിക്കുന്ന സ്കൂളിൽ തൊട്ടടുത്തൊരു വെജിറ്റബിൾ കടയായിരുന്നു എന്ന്. ഒരു സാധാരണക്കാരനാണല്ലോ എല്ലാവരും. അതെ അതെ. അതായത് സ്കൂള് ഇതാന്ന് വിചാരിച്ചോ, സ്കൂൾ ഇതാണെങ്കിൽ ഇവിടെ ഗ്രൗണ്ട്, ഇവിടെ ഒരു റോഡാണ്. ഈ റോഡിൽ കൂടി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗ്രൗണ്ട് കഴിഞ്ഞിട്ട് ഒരു വീടുണ്ട്, അത് കഴിഞ്ഞുള്ള വീട് എൻ്റെ. അപ്പോൾ റോഡ് സൈഡിൽ തന്നെ കടയുണ്ട്, എൻ്റെ ബാക്കിൽ വീട്. അങ്ങനെ സ്കൂളിനടുത്ത് വീടുള്ള കുട്ടികൾക്ക് പ്രത്യേക പരിഗണനകളൊക്കെ ഉണ്ടാവും. അതായത് എനിക്ക് നല്ല പരിഗണനയായിരുന്നു. ഈ 2 പേരെ എല്ലായിടത്തും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര പരിഗണനയായിരുന്നു. എല്ലാ ദിവസം അടി കിട്ടുമായിരുന്നു. അടി കിട്ടാത്ത ഒരു ദിവസം പോലില്ല. തറയിലിരുന്നുണ്ട് ഒരുപാട്. അങ്ങനെയായിരുന്നു. ആ പരിഗണനയൊക്കെ എനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം എല്ലാവർക്കും ഞാൻ വിചാരിക്കും ഈ തെണ്ടികളൊക്കെ, അതായത് PTA മീറ്റിംഗ് മാസത്തിൽ ഒരു ദിവസം ഉണ്ടാവുള്ളൂ. എനിക്ക് ഡെയിലി PTA മീറ്റിംഗാണ്. കാരണം ഈ ടീച്ചേഴ്സും എല്ലാവരും വീട്ടിൽ നിന്ന് കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ടാണ് പോകുന്നത്. വാങ്ങിക്കണതിൻ്റെ ഒപ്പം കുറച്ച് 2 കിലോ എനിക്കുള്ള അടിയും കൂടി കൊടുത്തിട്ട് പോകും. അങ്ങനെ ഒരു വളരെ സാധാരണ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അന്നന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് സിനിമ സ്വപ്നം കാണുന്നതിൽ ഒരു റിസ്ക് ഉണ്ടല്ലോ. അതായത് ഒട്ടും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്കൊരു പ്രഡിക്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ എപ്പോൾ നമുക്ക് സിനിമ വരുമെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ സിനിമയിൽ ഏത് റോളിലായിരിക്കും ഫിറ്റും ചെയ്യുക, ഇതിൻ്റെ ഒരു വരുമാന സ്രോതസ് നമുക്ക് അങ്ങനെ തിട്ടപ്പെടുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ വീട്ടുകാർ തുടക്കം തൊട്ട് ഭയങ്കര പ്രോത്സാഹനമായിരുന്നോ, അതോ പറഞ്ഞ് കൺവിൻസ് ചെയ്യേണ്ട ഒരു സമയം ഉണ്ടായിരുന്നോ? തുടക്കം പോലെ ഒന്നാമത് ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല, അതൊന്നാമത്തെ കാര്യം. ഇവരുടെ അടുത്ത് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. സുഹൃത്തുക്കളുടെ അടുത്താണ് പറയുന്നത്. ഇപ്പം സുഹൃത്തുക്കൾ അന്ന് ഈ പറഞ്ഞ ഇത്രയും ചിന്തകളൊന്നുമില്ല. അതായത് ഇത്രയും ചിന്തിക്കുന്ന പരിപാടിയൊന്നും ഇല്ല. അതായത് +2 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് പോലും ചിന്തിക്കണില്ല. +2 കഴിഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു മറ്റേ കൺസ്ട്രക്ഷൻ സൈറ്റിൽ എന്തോ നമ്മുടെ ഫാമിലി ഫ്രണ്ടിന്റെ വീട് പണി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സൂപ്പർവൈസർ പരിപാടി പോലെ ഒരു മാസം 1500 കിട്ടുമായിരുന്നു. ഞാനൊരു 3-4 മാസം പോയായിരുന്നു. അതാണോ ആദ്യത്തെ ശമ്പളം? അതാണ് ആദ്യത്തെ ശമ്പളം, 1500 വെച്ചിട്ടുള്ളത്. അവിടെ വീട് നനയ്ക്കുക, പിന്നെ പണിയൊക്കെ നടക്കണ്ടോ എന്നുള്ളത് നോക്കുക. വീടിനടുത്ത് തന്നെയാണ്, കുറച്ച് നടക്കാനുള്ളൂ. ഒരു 10-15-20 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ, അന്നൊക്കെ നടന്നല്ലേ നടന്ന് അധികം ദൂരമില്ല. അപ്പോൾ 10-15 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ വീട്ടിലെത്തും. രാവിലെ അങ്ങോട്ട് പോകും, ഫുഡൊക്കെ ഇട്ട് പോകും. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ് വൈകിട്ട് വീടൊക്കെ നനച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരും. അപ്പോൾ ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റിയിട്ടില്ല എന്ത് ചെയ്യണം എന്നുള്ളത്. അതായത് +2 കഴിഞ്ഞു, എന്ത് കോഴ്സ് ചെയ്യണം, എന്താണ് വേണ്ടെന്ന് തീരുമാനിക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. സിനിമ ഒന്നും മനസ്സിലില്ല. സിനിമ ഇഷ്ടമാണെന്നെങ്കിലും, അല്ലെങ്കിൽ സിനിമാ നടനാവണമെന്നോ അല്ലെങ്കിൽ സിനിമയിൽ കയറണമെന്നോ എന്നുള്ള അങ്ങനത്തെ ഒരു ചിന്തയൊന്നും പോയിട്ടില്ല. കാരണം അത് നമുക്ക് പോസിബിളായിട്ടുള്ളൊരു കാര്യമാണെന്നേ ചിന്തിക്കുന്നില്ല. കാരണം അത് വേറൊരു വേൾഡാണ്. TV-ക്കകത്ത് കാണാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനത്തിനകത്ത് കൂടിയാണ് ഇവരെയൊക്കെ നമ്മൾ കാണുന്നത്. എന്നാണല്ലോ എല്ലാവരെയും പുറത്തിറങ്ങി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതും കാര്യങ്ങളൊക്കെ. അന്ന് അത്രയും കാണാനുള്ള സൗകര്യങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇല്ല, ഒന്നുമില്ല. ഈ TV-യിലാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ട് പോലുമില്ല. +1 ആയി കഴിഞ്ഞപ്പോൾ ഫാദർ മരിച്ചു. ഫാദർ മരിച്ചു കഴിഞ്ഞപ്പോൾ സിസ്റ്ററുണ്ട്, മൂത്ത ചേച്ചി. അപ്പോൾ ചേച്ചി നേഴ്സിംഗാണ്, നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ് സൗദിയിൽ. ഉത്തരവാദിത്വം എൻ്റെ തലയിലേക്കായി. ഞാൻ +1 ആയിട്ടുള്ളൂ. ഉത്തരവാദിത്വം ഒന്നും എടുക്കാനുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ചിന്തിക്കാനുള്ള ഒരു കാര്യത്തിലേക്കൊന്നും പോയിട്ടൊന്നുമില്ല. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ പറയുന്ന പോലെ എല്ലാവരും പല പല അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കളമശ്ശേരി ITIയിൽ അഡ്മിഷൻ അതിന് കയറി. അത് കഴിഞ്ഞിട്ട് പോളിടെക്നിക്കിൽ കയറി. ITIയിൽ കയറി കഴിഞ്ഞപ്പോൾ പോളിടെക്നിക്കിൽ നിന്ന് കോൾ വന്നു. അപ്പോൾ കൂവപ്പടിയിൽ നിന്ന്. അപ്പോൾ അവിടെ നിന്ന് വിളിച്ചപ്പോൾ ITനേക്കാളും കുറച്ചും കൂടി ഇത് മെച്ചപ്പെട്ട ഇത് പോളിടെക്നിക്കാണ്. അപ്പോൾ അങ്ങനെ അവിടെ പോയി 2-3 ദിവസം ക്ലാസ്സിലിരുന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു. പിന്നെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു, അവൻ നേഴ്സിങ്ങിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ബാംഗ്ലൂർ ഇങ്ങനെ ഒരു റണ്ണിങ് ബാച്ച് ഉണ്ട്, നമ്മുടെ 6 മന്ത്സ് ഏകദേശം പോയായിരുന്നു. ഞാൻ ആലോചിച്ച് സൂപ്പർവൈസർ പണിയും പരിപാടിയൊക്കെ ആയിട്ട് ഒരു 6 മാസം കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 6 മാസം പോവില്ല, നമുക്ക് ഇടയിൽ നിന്ന് കയറിയിട്ട് ആ 1 വർഷം കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ബാക്ക് ആവില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ ചാടിക്കയറി പോയതാണ് നേഴ്സിങ്ങിന്, മെയിൽ നേഴ്സിങ്ങിന്. അപ്പോഴും ഒരു ഇതില്ലത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യുമെന്നോ ഒന്നും ഒരു തീരുമാനം എടുക്കാൻ പറ്റിയ ഒരു ഫോക്കസ്ഡ് അല്ല, ഒട്ടും ഫോക്കസ്ഡ് അല്ല. എനിക്കിങ്ങനെ കാളകളിച്ച് കിടക്കണം, ക്രിക്കറ്റ്, ഫുട്ബോള്, സിനിമ കണ്ട് കിടക്കുക, ഗ്രൗണ്ടിൽ, അങ്ങനെയൊക്കെ ആയിരുന്നു. ഉത്തരവാദിത്വം ഒന്നും എടുക്കാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ല. അങ്ങനെയായിരുന്നു.
അന്നപ്പോൾ ഈ നഴ്സിംഗ് പഠിച്ചിട്ട് വിദേശത്തേക്ക് ചേക്കേറുന്ന ട്രെൻഡ് ഇല്ല അന്ന്? ഉണ്ട്. അന്നുണ്ട്. അല്ല, അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മെയിൽ നഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്കോപ്പ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഇവിടുന്ന് ഒരുപാട് പേര് ബാംഗ്ലൂർ പഠിക്കാൻ പോയിട്ടുണ്ട്. അപ്പം ഞാൻ ബാംഗ്ലൂർ പഠിക്കാൻ ചെല്ലുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാം. പിന്നെ കേരളത്തിൽ നിന്ന് മാറി പുതിയൊരു സ്ഥലത്താണല്ലോ, അപ്പോൾ അവിടെയൊക്കെ പോയി ഒന്ന് പഠിച്ച് ഒന്ന് അറിയാം, ഒന്ന് സോഷ്യലൈസ് ചെയ്തൊക്കെ കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടി നല്ലതാണല്ലോ, കുറച്ചും കൂടി എക്സ്പോഷർ കിട്ടുന്നത് നല്ലതാണല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ പോയതാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ കേരളത്തിലുള്ള എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള മലയാളികൾ കോളേജിൽ കംപ്ലീറ്റ് മലയാളികൾ. ഇംഗ്ലീഷ് പഠിച്ചില്ല, 14 ജില്ലയിൽ നിന്നുള്ള നല്ല ഉഗ്രം തെറികൾ പഠിച്ചു. ഇതുവരെ കേൾക്കാത്ത, ഞാനൊക്കെ ഇങ്ങനെയൊക്കെ തെറിയുണ്ടോയെന്ന് വിചാരിക്കുന്ന തെറികളൊക്കെ അതാണ് ആകെ പഠിച്ചത്. അപ്പം അങ്ങനെ ഒരു നഴ്സിംഗ് ബൂം, അല്ലെങ്കിൽ അന്ന് അതൊരു ബിസിനസ് ബൂമായിരുന്നു, നമുക്കറിയില്ലായിരുന്നു. അതായത് അങ്ങനെ ഒരുപാട് അഡ്മിഷൻ ഇവിടുന്ന് ബാംഗ്ലൂർക്ക് ഒരുപാട് പേര് നഴ്സിങ്ങും പല പല പരിപാടിയായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെയൊക്കെ വിചാരം ഇത് പഠിച്ചങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റേ സാധനം കത്തിച്ച് വെച്ചേക്കാണ്, മറ്റേ ഫ്ലൈറ്റ് മറ്റേ ചൂട്ടൊക്കെ വെച്ച് കത്തിച്ച് കയറിയിരുന്നത്, മറ്റേ സാധനം നേരെ എബ്രോഡ് പോയി കുറേ കാശ് ഇങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളൊരു പരിപാടിയായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതൊരു നഴ്സിംഗ് എന്ന് പറയുന്ന പ്രൊഫഷൻ ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു പ്രൊഫഷനാണ്. അത് അങ്ങനെ മനസ്സിൽ താല്പര്യമില്ലാതെ ചെയ്തിട്ട് കാര്യമില്ല. ഒരുപാട് പേഷ്യൻസ് വേണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എങ്ങനെയൊക്കെയോ പഠിച്ച് തീർത്തു, മനപ്പാടം പാസ്സായി. 6 മന്ത് ബാക്കായി, റേസ് ഉണ്ടായിരുന്നു. 6 മന്ത് പിന്നെയും കൊണ്ടേ കളഞ്ഞു. അപ്പോൾ അങ്ങനെ 6 മന്ത് പിന്നെയും ബാക്കായിട്ട് എഴുതി കംപ്ലീറ്റ് ചെയ്ത് തീർത്തായിരുന്നു, പഠിച്ചിറങ്ങിയ. പക്ഷെ കാണാപ്പാടമല്ല, ഇപ്പോഴും ചോദിച്ചാൽ എനിക്കറിയില്ല എന്താണെന്നുള്ളത്. എൻ്റെ അടുത്ത് ഇപ്പോൾ സുഹൃത്തുക്കളും അല്ലെങ്കിൽ സിനിമയിലുള്ള സുഹൃത്തുക്കളും പരിചയമുള്ളവർ, നീ നേഴ്സല്ല നിനക്കറിയായിരിക്കുമല്ലോ മറ്റേ എന്ന് പറഞ്ഞു. ഞാൻ പോലില്ല, എനിക്കറിയാൻ പാടില്ല. അതായത് വെറുതെ കാണാപ്പാടമല്ല പഠിക്കുന്നത്, നമുക്കൊരു താല്പര്യം ഉണ്ടെങ്കിലാണ് നമ്മൾ അങ്ങനെ പഠിക്കുകയുള്ളൂ. അത് എന്താ പറയുക, അന്നും ഈ പറയുന്ന കോളേജിൽ ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിരുന്നത് ഈ സ്പോർട്സ് ഡേ, ആർട്സ് ഡേ, അങ്ങനത്തെ പരിപാടിക്കായിരുന്നു ഭയങ്കര നമ്മൾ ആത്മാർത്ഥമായിട്ട് കൊത്തിയൊരുങ്ങി ഇറങ്ങി നടക്കുന്നത്. ആ ടൈമിലായിരുന്നു. ആർട്സ് ഡേക്ക് എന്തൊക്കെയായിരുന്നു കലാ ഇനങ്ങൾ? ഡാൻസ്, പാട്ട്, പിന്നെ സ്കിറ്റ്, അങ്ങനത്തെ പരിപാടി, ഫാഷൻ ഷോ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്പോർട്സിനുണ്ടാവും, സ്പോർട്സിലേക്ക് എല്ലാം ഉണ്ട്. ബാഡ്മിൻ്റൺ, ക്രിക്കറ്റ്, ഫുട്ബോൾ, വോളിബോളൊക്കെ ഞാൻ അവിടെ ചെന്നിട്ടാണ് പഠിക്കുന്നത്. ചെറുപ്പം പോലെ സ്പോർട്സ് ഉണ്ടല്ലോ ലൈഫിൽ? ഉണ്ട്. കാരണം ഗ്രൗണ്ട് തൊട്ടടുത്തല്ലേ, വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഗ്രൗണ്ട്. ഒരു മതിൽ ചാടി കഴിഞ്ഞാൽ ഗ്രൗണ്ടാണ്. അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു മതിലങ്ങ് ചാടി കഴിഞ്ഞാൽ ഗ്രൗണ്ടാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീടിനടുത്തുള്ള എല്ലാവരും തന്നെ ഈവനിങ് ആകുമ്പോഴത്തേക്കും എല്ലാവരും ഈ കോളേജും അല്ലെങ്കിൽ പല പല ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് ഉള്ളത്. എല്ലാവരും മതിലിൻ്റെ മേളിൽ നിരന്നിങ്ങനെ ഇരിക്കും. അവിടെ ക്രിക്കറ്റ് കളി, ഫുട്ബോൾ കളി, അങ്ങനെ പരിപാടികളാണ്. അപ്പോൾ എന്താ പറയുക, ഒരു ഗ്രൗണ്ട് തന്നെ പല ഇതായിട്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ്. ഒരു ഗ്രൗണ്ടിൽ തന്നെ ഒരു ബാസ്കറ്റ് ബോൾ കളിക്കുന്ന ഒരു സ്പേസ് ഉണ്ട്, അല്ലാതെ ഇപ്പുറത്ത് ക്രിക്കറ്റ് കളിക്കുന്ന ഒരു സ്പേസ് ഉണ്ട്, അതിനപ്പുറത്ത് ഫുട്ബോൾ കളിക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. ഇങ്ങനെയുണ്ട്. അപ്പം നമ്മളിത് എല്ലാത്തിലും ഒരു സ്ഥലത്ത് കളി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അടുത്ത ഫുട്ബോൾ ഉണ്ടെങ്കിൽ അവിടെ കയറി കളിക്കും. അങ്ങനെയായിരുന്നു. അത് ഗ്രൗണ്ട് അടുത്തുള്ളതുകൊണ്ട് തന്നെ ഈ സ്പോർട്സും അങ്ങനത്തെ പരിപാടികളിലൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു. എപ്പോഴാണ് ഞാൻ അഭിനയിച്ചാൽ നന്നായിരിക്കും, എനിക്കൊരു നടനാവേണ്ടത്, എനിക്ക് ആക്ടറാണ് പ്രൊഫഷൻ ആക്കേണ്ടത്, അത് തീരുമാനിച്ച മൊമെൻ്റ് ഏതാ? 2009 അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കുന്നതും അത് അൽഫോൺസിൻ്റെ അടുത്ത് പറയുന്നതും. അത് എനിക്ക് ആഗ്രഹം നേരത്തെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് സിനിമ കാണാനൊക്കെ പോകുമായിരുന്നു, അൽഫോൺസ്, നിവിൻ, നമ്മളൊക്കെ. അപ്പോൾ നിവിനത് പണ്ടേ ആഗ്രഹമുണ്ട്, അൽഫോൺസിനും സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹമുണ്ട്. അവൻ ഫോട്ടോസൊക്കെ എടുത്ത് അവൻ്റെ പോർട്ട്ഫോളിയോ ഫോട്ടോസൊക്കെ ആദ്യമേ കാണാറുണ്ട്. അവനാണ് മറ്റേ കുറച്ച് നമ്മുടെ ഇടയിൽ ടെക്കി എന്ന് പറയുക, ടെക്കിയല്ല ഈ പറയുന്ന കമ്പ്യൂട്ടറും ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഭയങ്കര മറ്റേ DVD റൈറ്റ് ചെയ്യുക, ഫ്ലോപ്പി ഡിസ്ക്, അങ്ങനത്തെ പരിപാടികൾ, ഇതൊക്കെ ഇവൻ്റെ അടുത്ത് നിന്ന് അതൊക്കെ കേൾക്കുന്നത്. അപ്പോൾ ഇവനാണ് ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ട് അങ്ങനത്തെ രീതിയിൽ നിൽക്കുന്ന ആൾ. അതിൻ്റെ ഒപ്പം തന്നെ സിനിമ എന്നുള്ള പാഷനും പരിപാടികളും ആയിട്ട് നടക്കുന്നുണ്ട്. അഭിനയമായിരുന്നു അന്ന് കൊണ്ടിരിക്കും. ഇപ്പം അഭിനയിച്ച് തകർത്തോണ്ടിരിക്കുകയാണ്. അതെ, അത് അന്ന് അഭിനയിക്കാനായിട്ട് നടന്നിരുന്നതാണ്. അപ്പോൾ ആ സമയത്ത് അറിയാലോ, സുഹൃത്തുക്കളാണ്. അപ്പോൾ നിവിനെ വെച്ച് മ്യൂസിക് വീഡിയോ ചെയ്യുന്ന കാര്യങ്ങളും പരിപാടികളൊക്കെ സംസാരിക്കുന്നുണ്ട്, ഇതൊക്കെയുണ്ട്. അപ്പോൾ എനിക്കിതൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും പറയാൻ ഭയങ്കര മടിയാണ്. കാരണം നമ്മളെ കൊണ്ടൊക്കോ പറ്റുമോ എന്നുള്ളൊരു ഭയങ്കര കോൺഷ്യസ്നെസ്, ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത പരിപാടിയായിരുന്നു.
അത് ഒരു 2009 ആയപ്പോഴാണ് ആ ധൈര്യത്തിൽ പരിപാടി പറയുന്നത്. ഒന്ന് അൽഫോൺസ് ചെന്നൈയിൽ SAയിൽ പഠിച്ചു കഴിഞ്ഞ് അവൻ ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അയച്ചു തരും, ഷോർട്ട് ഫിലിംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ട് നമ്മൾ കണ്ടിട്ട് നമ്മൾ അഭിപ്രായം പറയാനായിട്ട് റിവ്യൂസ് ഒക്കെ കേൾക്കാനായിട്ട് അവൻ അയച്ചു തരാറുണ്ട്. ഞാൻ ഇവനൊക്കെ ഇരുന്ന് ഒരുമിച്ച് കളി. ഞാനന്ന് ബാംഗ്ലൂരാണ്, ഇവനും ബാംഗ്ലൂർ ഇൻഫീൽ വർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞു. അപ്പം നഴ്സിംഗിന് കയറാൻ എനിക്ക് താല്പര്യമില്ല. ഞാനവിടെ എന്തെങ്കിലും കോൾ സെൻറ്ററിൽ വർക്ക് ചെയ്യാനായിട്ട്, അങ്ങനെ എന്തെങ്കിലും പാർട്ട് ടൈം എന്തെങ്കിലും പരിപാടി കിട്ടുമെന്ന് പറയാനായിട്ട് ബാംഗ്ലൂർ പോയി നിന്നിട്ട് നിവിനും ഫ്രണ്ട്സ് ഒരുമിച്ചൊരു സ്പേസ് എടുത്തിട്ടുണ്ട്. അവിടെ പോയി ഞാനും അവിടെ തന്തേവാസിയായിട്ട് കൂടെ നിന്ന് അപ്പോൾ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഇൻഫോസിസിൽ പോവും, ജോബ് കഴിഞ്ഞ് പോയിട്ട് വരും. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ കുക്കിങ്ങും പരിപാടികളൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് വയ്ക്കും. അങ്ങനെ ഒരുപാട് കോൾ സെൻറ്ററിലൊക്കെ പോയി. അവിടെ ചെന്ന് മറ്റേ ലാംഗ്വേജ് വേണമല്ലോ. ലാംഗ്വേജ് എന്ന് പറഞ്ഞ സാധനം സംസാരിച്ച് നമുക്ക് ശീലമില്ലല്ലോ. പണ്ട് പോലെ ഈ പറയുന്ന പോലെ ബാംഗ്ലൂരൊക്കെ പഠിച്ചെങ്കിൽ ഞാൻ പറഞ്ഞില്ല തെറി അത് ഫക്യൂ എന്ന് പോലും പറയാൻ പറ്റില്ല, അതുപോലെ അറിയില്ല. മലയാളത്തിലെ നല്ല ഉഗ്രൻ മറ്റേ ഡിക്ഷണറിയിലുള്ള മറ്റേ സാഹിത്യപരമായ തെറികൾ വരെ ഉണ്ട്. പക്ഷെ അപ്പോഴും ഇംഗ്ലീഷൊന്നും നമുക്ക് സംസാരിക്കാനുള്ള ഒരു ഇതൊന്നുമില്ല. അപ്പോൾ കോൾ സെൻറ്ററിലാണ് വർക്ക് ചെയ്യാനായിട്ട് ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നത്. എല്ലായിടത്തും ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഞാൻ വായ തുറന്നു കഴിയുമ്പോൾ തന്നെ അവർ പറയും ഓക്കെ പിന്നെ വിളിക്കാം കേട്ടോ എന്നത്. അപ്പം അങ്ങനെ കുറേ നാൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, അൽഫോൺസ് അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഉണ്ട്, പിന്നെ ഇവനുണ്ട് കൂടെ. അപ്പോൾ അൽഫോൺസ് ഇടയ്ക്ക് ബാംഗ്ലൂർക്ക് വന്നിട്ട് ഇവർ മ്യൂസിക് വീഡിയോ ഒരെണ്ണം ചെയ്യാനായിട്ടുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോഴും ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ഭയങ്കര നമ്മളെല്ലാവരും സപ്പോർട്ടീവായിട്ടാണ് നിൽക്കുന്നത്. ഇവരിങ്ങനെ പരിപാടികൾ ചെയ്യാനൊക്കെ നിൽക്കുമ്പോൾ അവരെ സപ്പോർട്ടീവായിട്ട് നിന്നിട്ടാണ് നിൽക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് 2009 ഞാൻ പറയുന്നത്. കാരണം ഞാനന്ന് IELTS ഒക്കെ ചെയ്ത് UK പോകാനായിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് നിൽക്കുന്ന ടൈമിൽ റിസഷൻ പീരീഡ് ആയിരുന്നു. വിസ അതുപോലെ ക്യാൻസലായി, റിജക്റ്റായി. അപ്പോൾ ഒന്നും ചെയ്യാനില്ല, പിന്നെ എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പോഴാണ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അൽഫോൺസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെന്നൈയിൽ നിന്ന് നാട്ടിൽ വരും. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടും. അപ്പോൾ സിനിമാ ചർച്ചകളും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. എനിക്കിത് പറയാൻ മടിയാണ്, ഞാനിതൊക്കെ ഇതിലൊക്കെ ഇൻവോൾവ് ആണെന്നുണ്ടെങ്കിലും ഇത് പറയാറായിട്ടില്ല. അങ്ങനെ ഒരു ദിവസം ആലോ പാലസിൽ വെച്ചിട്ടാണ് ഒരു ദിവസം, അന്ന് നല്ലൊരു കട്ട ബ്രേക്കപ്പും കൂടി കിട്ടി. അപ്പോൾ ആകെ മുഞ്ചി തെളിഞ്ഞിരിക്കുക. അങ്ങനത്തെ അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്താണ് വേണ്ടതെന്നുള്ളൊരു കാര്യം ഞാൻ ഡിസ്കവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്വയം ഇരുന്നൊന്ന് ആലോചിക്കുന്നത്. എന്ത് വേണം, എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എന്താണ് ആവേണ്ടതെന്നൊക്കെയുള്ളൊരു ചിന്തയും കാര്യങ്ങളൊക്കെ അന്നാണ് പോകുന്നത്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ആഗ്രഹം. അപ്പം നമ്മൾ ഒന്നൊന്ന് ഫ്ലാഷ് ബാക്ക് പരിപാടിയിലേക്ക് പോയി നമ്മൾ എന്താണ് ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പാരിഷിൽ ഭയങ്കര ആക്റ്റീവാണ്, കോളേജിൽ ഭയങ്കര ആക്റ്റീവാണ്, ഈ ആർട്സ് ഡേക്കും അല്ലെങ്കിൽ പാരിഷ് ഡേക്കൊക്കെ ഭയങ്കര ആക്റ്റീവാണ്. അപ്പോൾ അൽഫോൺസ് ഉണ്ട്, നിവിനുണ്ട്. ഞങ്ങളുടെയൊക്കെ ഡാൻസ് കാണാനായിട്ട് അന്ന് ആരാധകരുടെ കൂട്ടമാണ് പാരിഷിലൊക്കെ. അതായത് ഞങ്ങള് ഡാൻസിങ് സ്റ്റാർസാ ചെറിയ പക്ഷെ പറയൂട്ടോ, നമ്മൾ സ്റ്റേജിൽ തുടങ്ങുന്നതിന് മുമ്പ് ഈ പറയുന്ന മറ്റേ ഫ്ലിക്കർ പരിപാടി ഇല്ല, അത് കംപ്ലീറ്റ് ഇവിടെ പുക നിറച്ചിട്ടോളം പറയും. പക്ഷെ ഫ്ലിക്കറിൽ ഭയങ്കര രസമാണ്, ഭയങ്കര സ്ലോ മോഷൻ പോലെ നമ്മൾ ഡാൻസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സ്ലോ മോഷൻ പോലത്തെ ഫീൽ ഉണ്ട്. അതുപോലത്തെ ലൈറ്റ്സ് ആയിരുന്നു ഫ്ലിക്കർ പരിപാടികളൊക്കെ. അപ്പോൾ നേരെ നമ്മുടെ അനൗൺസ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ക്ലാപ്പും പരിപാടികളും. ഭയങ്കര ഡാൻസറായിരുന്നു. ഞങ്ങൾ മജു എന്ന് പറഞ്ഞൊരു ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അൽഫോൺസ് ഉണ്ടായിരുന്നു. അൽഫോൺസും ഭയങ്കര ഡാൻസ് ആയിരുന്നു. അൽഫോൺസ് വേറൊരു ടീമായിട്ടായിരുന്നു ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നത്, ഞങ്ങൾ വേറെ ടീമായിട്ടാണ് ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മുടെ പേരൊക്കെ വിളിച്ചു പറയുമ്പോഴത്തേക്കും ഭയങ്കര ആർപ്പുകളിയും പരിപാടിയും. ബാക്കിലപ്പോൾ ബാക്ക് സ്റ്റേജിൽ മറ്റേ ഗ്ലൂക്കോസ് കൂടി ഉണ്ടല്ലോ, ഗ്ലൂക്കോസ് കൂടി എൻ്റെ കലക്കി വായിലേക്ക് ഒഴിച്ചു. അതായത് 3 മിനിറ്റ് 4 മിനിറ്റ് ഉള്ളൊരു ഡാൻസ് ആയിരിക്കും, 3.5-4 മിനിറ്റ്. അത്രയും നേരം എനർജി ചെയ്യണമല്ലോ. ഒരൊറ്റ പൊളിയാണ്. സ്റ്റേജിൽ കയറി കർട്ടൻ പൊങ്ങണം മാത്രം ഓർമ്മയുണ്ടാവുള്ളൂ. പിന്നെ ഒരൊറ്റ പൊളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുക. അത്രയും ഇതായിരിക്കും. കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര അപ്രീസിയേഷനും പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ പാരിഷിൽ ഇത് കണ്ടിട്ട് നമ്മൾ വേറെ പല പാരിഷിലും ഇതുപോലെ തന്നെ നിവിൻ്റെ റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട് എൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ പോയി ഞങ്ങൾ കളിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഡാൻസ് അത്രയും ഫേമസ് ആയി കഴിഞ്ഞിട്ട് അങ്ങനെ വിളിച്ചൊക്കെ കളിപ്പിക്കും. അതൊക്കെ അങ്ങനെ അന്ന് എനിക്ക് തോന്നുന്നു അന്ന് ആ റെസിഡൻസ് അസോസിയേഷന് പോയപ്പോൾ കിട്ടിയ ചെറിയ ട്രോഫി ഉണ്ട്. അതൊക്കെയാണ് ആദ്യമൊക്കെ കിട്ടിയ ട്രോഫി എന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ ആർട്സും അങ്ങനത്തെ പരിപാടികളൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു. അത്
ഞാനൊന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോയി ഇതൊക്കെ ചിന്തിച്ച് നോക്കി കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ധൈര്യം കിട്ടുന്നത്. അങ്ങനെയാണ് അൽഫോൺസിൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ അൽഫോൺസ് ചെറുതായിട്ടൊന്ന് മോട്ടിവേറ്റ് ചെയ്ത്, ചെറുതായിട്ടൊന്നല്ല നല്ല രീതിയിൽ. എന്താ പറഞ്ഞ വാക്കുകൾ എക്സാക്റ്റ് ഓർമ്മയുണ്ടോ? അതാ പറഞ്ഞത്, അതായത് നിനക്കെന്ത് ട്രൈ ചെയ്തുകൂടെ, നിനക്ക് ട്രൈ ചെയ്യാമല്ലോ, നല്ല ആവശ്യത്തിനുള്ള പൊക്കമുണ്ട്, നല്ല സൗന്ദര്യമുണ്ട്, നല്ല ശബ്ദമുണ്ട്, എന്ത് ചെയ്ത് ധൈര്യമായിട്ട് ചെയ്യല്ലോ, നീ ധൈര്യമായിട്ട് ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കാരണം അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതായത് ഇവനാണല്ലോ ഒറ്റയ്ക്ക് സിനിമ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്നത്. ഇപ്പോൾ ഒരു കൂട്ടമായിട്ട് നിൽക്കുമ്പോൾ ഭയങ്കര രസമാണല്ലോ, ഒരുമിച്ച് കയറുന്നതിൻ്റെ ഒരു സുഖവും കാര്യങ്ങളുണ്ടല്ലോ. സുഹൃത്തുക്കൾ ഒരുമിച്ചുണ്ടാകുമ്പോൾ ഭയങ്കര സ്ട്രെങ്ത്താണ്. അപ്പം അങ്ങനത്തെ ഇതിൽ അവൻ ആളെ കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗോബൂസിൽ. പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ഗോബൂസിൽ ഒരുപാട് സിനിമ ആഗ്രഹമായിട്ട് നിന്നിരുന്ന ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു. കുറേ പേരൊക്കെ അതുപോലെ പിന്നീട് വന്നു. സജിനൊക്കെ അങ്ങനെ ഗോബൂസിലുണ്ടായിരുന്നാണ്. സജിൻ ഇടയ്ക്ക് അവിടെ ഗോബൂസിൽ വരാറുണ്ടായിരുന്നു, സജിൻ ഗോപു. നിങ്ങൾ സ്റ്റേജ് പെർഫോമൻസ് ചെയ്യുന്ന സമയത്ത് ഏതോ ഒരു പാരഷാട്ടിൽ പോയിട്ട് നിങ്ങൾ ഈ മോഡേൺ വേർഷൻ ഓഫ് രാമായണം ചെയ്തിട്ടുണ്ട്. നമ്മുടെ പാരീഷിൽ തന്നെ കളിച്ചത്. അതില് സീതയായിരുന്നു എനിക്ക്. സീതയായിരുന്നു കാരണം അന്ന് ഒറ്റെണ്ണത്തിന് മീശ അടിച്ചു കഴിഞ്ഞാൽ എല്ലാം നല്ല പേക്കോലോ, അവിഞ്ഞ സീതയിൽ പോവും. അപ്പൊ കൂട്ടത്തില് അത്യാവശ്യം ചുള്ളനും സുന്ദരനൊക്കെ ആയിട്ടുള്ള ഇവനാണ്. അപ്പൊ അവനെ സീതയാക്കിയിട്ട് അവന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ ചെയ്തു. പക്ഷെ പൊളിയായിരുന്നു, അത് ഭയങ്കര ഹിറ്റായിരുന്നു. പാരീഷിൽ ഭയങ്കര ഹിറ്റായിരുന്നു മോഡേൺ രാമായണം എന്ന് പറഞ്ഞിട്ട്. അൽഫോൺസ് ആയിരുന്നു സീതയുടെ അച്ഛൻ്റെ പേര് ജനകമഹാരാജാവായിട്ട് അൽഫോൺസ് ആയിരുന്നു. ഞാനതിൽ സ്ക്രിപ്റ്റിങ്ങിലായിരുന്നു, ഞാനതിൽ അഭിനയിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് അടുത്ത വർഷത്തിലെ ഇതിലായിരുന്നു ഞാൻ മഹാഭാരത പരിപാടി. മഹാഭാരതം ഉണ്ടായിരുന്നു, മോഡേൺ മഹാഭാരതം പോലെ അല്ല, മഹാഭാരതം പരിപാടിയായിരുന്നു. അതിൽ ഞാൻ ഭീമനായിട്ടോ കയറിയായിരുന്നു. നെക്സ്റ്റ് ഇയർ ഉണ്ടായിരുന്നു. അന്ന് ഇവനില്ലെന്ന്. അപ്പോൾ ഗോബൂസിലൊരു ദിവസം എങ്ങനെയായിരുന്നു? അതായത് സാധാരണ നിങ്ങൾ ഇപ്പോൾ സ്റ്റാർസ് ഒന്നും അല്ലാത്ത നമ്മുടെ ഈ പ്രേമത്തിലൊക്കെ കാണുന്ന ഈ കസ്കസ് ഇട്ടിട്ട് സർവത്ത് കുടിക്കുന്ന ഒരു കൂട്ടുകാരുണ്ടായിരുന്നല്ലോ, ആ ഗോബൂസിലൊരു ദിവസം എങ്ങനെയായിരുന്നു? ഇപ്പൊ രാവിലെ എണീക്കും, ഇന്ന് രാവിലെ ഭക്ഷണം കിട്ടുമല്ലോ, അത് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ ഇറങ്ങും ഗോബൂസിലേക്ക്. ഇപ്പൊ എല്ലാവരും അസംബിൾ ആയിട്ടുണ്ടാവും. അൽഫോൺസ് കാപ്പി ഭയങ്കര ഫേമസ് അവിടെ. അൽഫോൺസ് കാപ്പി ഉണ്ടായിരുന്നു അവിടെ. ഉണ്ണിച്ചാൻ്റെ അടുത്ത് അൽഫോൺസ് കാപ്പി എന്ന് പറഞ്ഞാൽ നല്ല കടുപ്പത്തിൽ നല്ല കാപ്പി ഇട്ടവന്, നല്ല കടുപ്പത്തിൽ കാപ്പി കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അങ്ങനെ അൽഫോൺസ് കാപ്പി ഉണ്ടായിരുന്നു അവിടെ. അൽഫോൺസ് കാപ്പി ആയിട്ട് അൽഫോൺസ് അവിടെ ഇരിപ്പുണ്ടാവും. ഞങ്ങൾ സാധാരണ കാപ്പിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചായയൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. എന്നിട്ട് ഉച്ചയാകുമ്പോഴത്തേക്കും കൂടുതൽ കാശുള്ള അൽഫോൺസിനായിരിക്കും. അങ്ങനെ വേറെ ഒറ്റ എണ്ണത്തിനും വരുമാനമില്ല. അൽഫോൺസ് ഇങ്ങനെ എഡിറ്റിങ്ങും കുറച്ച് CD റൈറ്റ് ചെയ്ത് കൊടുക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തിട്ട് അവൻ ഈ പറയുന്ന കുറച്ച് കാശ് സ്വരുക്കുട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. നേരെ അപ്പുറത്ത് പാലസ് ഉണ്ട്, ഗോബൂസിൻ്റെ അപ്പുറത്ത് തന്നെയാണ് ആലുവ പാലസ്. അവിടെ പോയി ഉച്ചയ്ക്ക് ഊണ് കഴിക്കും എല്ലാവരും കൂടി. പിന്നെ പാലസിൻ്റെ ബാക്കിലിരുന്ന് എന്തൊക്കെയോ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ കണ്ട സിനിമകൾ, ഇനി പല പല കാര്യങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അതായത് നമുക്ക് കൂടുതലും സിനിമ തന്നെയായിരുന്നു ചർച്ചാ വിഷയം. നമ്മളല്ലെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കഥകൾ അതൊക്കെ ഡിസ്കസ് ചെയ്യും. ശബരിയൊക്കെ അന്ന് ചെന്നൈയിലാണ്. ശബരിയും ഇങ്ങനെ ഇടയ്ക്ക് വല്ലപ്പോഴും വരും. ശബരീനെ എനിക്ക് കാണുന്ന ഓർമ്മ, ഞാൻ ഫ്ലൈവേഴ്സിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് ചെന്നൈയിലേക്ക് വന്ന് മലർവാടിയിൽ സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ്. എനിക്ക് നിവിനും കിട്ടി, എനിക്കും കിട്ടി. മലർവാടിയിൽ സോങ് ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ. 11 കശ്മലൻ എന്ന് പറഞ്ഞിട്ടൊരു സോങ് ഷൂട്ടാണ്, ഒരു പ്രൊമോ സോങ് ഷൂട്ട്. അത് സിനിമയിലില്ല, അത് ഷൂട്ടൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ സമയത്താണ് അൽഫോൺസ് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു മ്യൂസിക് വീഡിയോ ചെയ്യാണ്ടെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. അത് സിബു തങ്കച്ചൻ എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ ബാച്ചിലുള്ള സിബു ആണ് പ്രേമത്തിൽ മറ്റേ കരിഞ്ഞ ഹൃത്തിക് റോഷൻ എന്ന് പറയില്ലേ, അവനാണ് അതിനകത്ത്. അപ്പൊ അവന്റെ എന്ത് പ്രൊജക്ടിന്റെ പരിപാടിയായിട്ട് ഒരു മ്യൂസിക് വീഡിയോ പരിപാടി, സ്റ്റോപ്പ് മോഷൻ വീഡിയോ. സ്റ്റോപ്പ് മോഷൻ. അല്ല വിജയ് സേതുപതി ഉണ്ട്, ശബരിയൊക്കെ ഉണ്ട് അതിനകത്ത്. ശബരി ഉണ്ട്, ഞാനുണ്ട്, ഷറഫുണ്ട്, എല്ലാവരും ഉണ്ട്. അത് ആരുടെ ഐഡിയ ശരിക്കും? അൽഫോൺസിന്റെ ഐഡിയ ആണ്. അല്ല അന്ന് അങ്ങനെ ഒരേ ഫ്രെയിമിൽ വെച്ച് ഇത്രയധികം ഫോട്ടോസ് എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മോഷൻ ആയിരിക്കും, അത് വേറെ തന്നെ ഒരു കാഴ്ചയായിരിക്കും. ഇത് അൽഫോൺസിന്റെ ഐഡിയ ആണല്ലേ? വിനീത് അങ്ങനെ ഒരു ഓഡിഷൻ കോള് വിട്ടിട്ടുണ്ടെന്നുള്ളൊരു കാര്യം യൂട്യൂബും അങ്ങനത്തെ പരിപാടികളിലൊക്കെ നോക്കി നമ്മൾ വിളിച്ച് പറയുന്നത് അൽഫോൺസാണ്. ഞങ്ങൾക്ക് യൂട്യൂബ് പോയി ഇതെന്താന്ന് പോലും അറിയില്ല. ഓഡിഷൻ കോള് വിട്ട കാര്യം അവൻ ചെന്നൈയിൽ നിന്ന് നമ്മൾ വിളിച്ച് പറയുന്നത്. എന്നിട്ട് അവനാണ് മെയിൽ ഐഡിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അയച്ചിരുന്നത്. എന്നിട്ടാണ് ഞങ്ങൾ മെയിൽ അയക്കുന്നത്. അവന് അതിന് മുന്നേ ഭയങ്കര ടെക്നിക്കൽ നോളജും ഈ പറയുന്ന ഇൻ്റർനെറ്റും ഇതൊക്കെ ആയിട്ട് ഭയങ്കര
ബന്ധമായിരുന്നു, ഭീകരമായ ബന്ധമായിരുന്നു. അങ്ങനെ പല പല CDs റൈറ്റ് ചെയ്ത് നമുക്ക് തരാറുണ്ടായിരുന്നു. നല്ല ബന്ധമായിരുന്നു. നല്ല സിനിമകൾ ഒക്കെ അവൻ്റെ അടുത്ത് നിന്നാണ് കിട്ടാറുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഇന്റർനാഷണൽ സിനിമ, ഇന്റർനാഷണൽ സിനിമകളും എല്ലാ സിനിമകളും അവൻ്റെ അടുത്തായിരുന്നു ഒരു കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ ഞാനൊക്കെ സിനിമകൾ കാണുന്നതും പരിപാടികളൊക്കെ കാണുന്നതും അവൻ്റെ അടുത്ത് പോയിരുന്നിട്ടായിരുന്നു കാണാറുണ്ടായിരുന്നത്. ഇവനും ഉണ്ടാവാറുണ്ട്. ഓക്കെ. ഈ ഇന്റർനാഷണൽ സിനിമ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഗോഡ് ഫാദർ കാണുക, അല്ലെങ്കിൽ നമ്മുടെ അപ്പൻ സാർ, അതായത് പദ്ദേർ പാഞ്ചാലി ആ സിനിമകൾ കാണുക, അല്ലെങ്കിൽ അക്കിറ കുറോസാവയുടെ ത്രോൺ ഓഫ് ബ്ലഡ് കാണുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. ഇങ്ങനത്തെ ഒരു ഫാസിനേഷൻ കൂടി വരില്ല. അതൊക്കെ എപ്പോഴാണ് വരുന്നത്? ആ ടൈമിൽ തന്നെ അൽഫോൺസ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അൽഫോൺസ്, ശബരി, ഇവരുടെ അടുത്തൊക്കെ ഹാർഡ് ഡിസ്കും ഈ പറയുന്ന പരിപാടികളൊക്കെ ഉണ്ട്. ഫുള്ള് ഒരു കളക്ഷനുള്ള സംഭവങ്ങൾ ഇവരുടെ കയ്യിലുണ്ട് ഓൾറെഡി. ഇവരൊക്കെ ഇതൊക്കെ അരച്ച് കലക്കി കുടിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോഴും പെൻഡിങ് ആണ് ഒരുപാട് സിനിമകൾ കാണാനായിട്ട്. അവന്മാർ ഇതൊക്കെ കുത്തിയിരുന്ന് കണ്ടിട്ടുണ്ടായി. ഇപ്പം അത്രയും സമയം കിട്ടുന്നില്ല. അന്ന് വേറെ ഒരു പരിപാടിയില്ലല്ലോ, കുത്തിരുന്ന സിനിമ കാണാം. അവർ ഈ എസ്ഐയിലാണ് പഠിക്കാൻ പോയിരുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ പറഞ്ഞ അവിടെയും സിനിമകൾ കളക്ഷൻ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ വേൾഡ് സിനിമാസ് ഇരുന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നമുക്കത് കാണാനായിട്ട് വേറൊരു മാർഗ്ഗമില്ല. വേൾഡ് സിനിമാസ് ഇവൻ്റെ സിസ്റ്റത്തിലും അങ്ങനെയൊക്കെ ഇരുന്നാണ് കാണുന്നത്. സിജു, അപ്പോൾ അന്ന് ഈ ആക്ടിങ് വർക്ക്ഷോപ്സ്, അതായത് നടനാവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ആഴ്ചത്തെ വർക്ക്ഷോപ്പ്, ഇപ്പോൾ ആക്ട് ലാബിലൊക്കെ അങ്ങനത്തെ വർക്ക്ഷോപ്പുകളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഓൺലൈനിൽ തന്നെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വേണം നമ്മുടെ ഓഡീഷന് പങ്കെടുക്കാനെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഡിറക്ഷൻസ് ഒക്കെ തരുന്ന ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അന്ന് അങ്ങനെ ഒരു കൃത്യമായിട്ടൊരു രീതി ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ്? പക്ഷെ ഒരുപാട് നടക്കുന്നുണ്ടായിരുന്നു. എന്നെയൊക്കെ വിളിച്ചിട്ടുണ്ട്. ഞാനൊക്കെ ഓഡീഷന് പോയിട്ട് ആക്ടിങ് വർക്ക്ഷോപ്പിന് 1 വീക്കിൻ്റെ ആക്ടിങ് വർക്ക്ഷോപ്പ് അന്ന് 10,000 രൂപ വെച്ചിട്ട് ഒരാളുടെ അടുത്ത് വാങ്ങിച്ചിട്ട് എൻ്റെ സുഹൃത്തൊക്കെ പോയിട്ടുണ്ട് ചെയ്യാനായിട്ട്. അന്ന് നടക്കുമെന്നല്ലേ? അന്നുണ്ട്, പക്ഷെ വളരെ കുറച്ച് നടന്നിട്ടുള്ളൂ. ഇന്നിപ്പോ കുറച്ചും കൂടി സീരിയസ് ആയിട്ട്. പക്ഷെ ആ സിനിമകളോ കാര്യങ്ങളൊന്നും നടന്നിട്ടൊന്നുമില്ല. ആക്ടിങ് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് സിനിമയുടെ പരിപാടിയായിട്ടാണ് ആക്ടിങ് വർക്ക്ഷോപ്പ് വെക്കുന്നത്. ഒരു സിനിമയുടെ ഓഡീഷൻ നമ്മൾ പോകുന്നു, അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ സെലക്ടർ ആണ് പറഞ്ഞാൽ കുറച്ച് പേര് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാം നമ്മളൊരു ആക്ടിങ് വർക്ക്ഷോപ്പിന് ജോയിൻ ചെയ്യിച്ചിട്ട് എന്നിട്ടാണ് സിനിമയുടെ പരിപാടിയിലേക്ക് പോകുന്നത്. ആക്ടിങ് വർക്ക്ഷോപ്പിന് പെർ പേഴ്സൺ ഈ പറഞ്ഞ 10,000 റുപ്പീസാണ് നിങ്ങളുടെ ചെലവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള പരിപാടികൾ. അപ്പോൾ ഞാനൊന്നും പോയില്ല, കാരണം 10,000 രൂപ എടുക്കാനില്ല. അന്ന് 10 രൂപ പോലും, അന്ന് 10 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 5 പൊറോട്ടയും ചാറും കിട്ടും ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ. അതാണ് മൂഡ് നമ്മുടെ. അപ്പോഴാണ് 10,000 രൂപ. 10,000 രൂപയ്ക്ക് 1,00,000 പൊറോട്ട ഇരുന്ന് കഴിക്കും. അങ്ങനത്തെ മൂടാണ്. അന്ന് 10 പൈസ എടുക്കാനില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പം ആദ്യം തന്നെ 10,000 രൂപ കാശും ഇതൊക്കെ പറയുമ്പോഴത്തേക്കും ഇല്ല ചേട്ടാ, സിനിമയിൽ എങ്ങനെയെങ്കിലും കയറി കുറച്ച് കാശുണ്ടാക്കി വീട്ടിൽ കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാ വന്നത്. അതെ, അന്ന് ഭയങ്കര വിശപ്പാണ്. മറ്റേ ഇതിൽ തൊണ്ടി മുതലൊക്കെ പറയുന്ന പോലെ ടീനേജ് എന്ന് പറയുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോഡി മെറ്റബോളിസം, ഈ പറയുന്ന കളി, ക്രിക്കറ്റ് കളി, പരിപാടികളും സംഭവങ്ങളും നടത്തുള്ളൂ. അന്ന് ഈ പറഞ്ഞ സൈക്കിൾ ചവിട്ടി നടക്കുക, അല്ലെങ്കിൽ എങ്ങോട്ട് പോകാനാണെങ്കിൽ ഇപ്പോഴാണിപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്ന് അപ്പുറത്തെ ജംഗ്ഷനിൽ വരെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബൈക്ക് എടുക്കുകയോ അല്ലെങ്കിൽ കാർ എടുത്ത് പോകുന്നില്ല. അന്ന് ഇതൊന്നുമില്ല. അന്ന് 1 കിലോമീറ്റർ, 2 കിലോമീറ്റർ, 5 കിലോമീറ്റർ ഒക്കെ നടന്നു പോകുന്ന ആൾക്കാരൊക്കെയാണ്. ആ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഈ പറയുന്ന ആക്ടിങ് വർക്ക്ഷോപ്പ് പരിപാടി വിളിച്ചിട്ട് പോയില്ല, പക്ഷെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സിനിമ ഒന്നും നടന്നിട്ടില്ല, മനസ്സിലായോ? അത് 10,000 രൂപയ്ക്ക് ഒരാഴ്ച അവർ പുട്ടടിച്ച്, പക്ഷെ എന്തൊക്കെയോ യോഗ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തെന്ന് പറയുന്നു. അറിയില്ല, നമ്മുടെ സുഹൃത്ത്. അതെ, യോഗയും പരിപാടികളൊക്കെ, മെഡിറ്റേഷൻ പരിപാടികളൊക്കെ, അഭിനയത്തിന്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് അതൊക്കെ ആയിരിക്കും. അവനൊക്കെ ഇപ്പോൾ ഇവിടെ US കണ്ടും വർക്ക് ചെയ്യുമ്പോ പരിപാടി നിർത്തിയിട്ട്. ഈ ശബരീഷ്, കൃഷ്ണശങ്കർ, ഷറഫുദ്ദീൻ ഇവരൊക്കെ എപ്പോഴാ വന്നു ചേരുന്ന ജീവിതത്തിലേക്ക്? ഗോപൂസ് തന്നെ. കിച്ചുവിനെയൊക്കെ നേരത്തെ അറിയാം. കിച്ചു എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചതാണ്. അപ്പം അന്ന് പോലെ അറിയാം, ഫാമിലി ആയിട്ട് അറിയാം. നമ്മുടെ ഇവരൊക്കെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫാമിലിപരമായിട്ട് അടുത്തടുത്താണ് വീടുകളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ കിച്ചുവിൻ്റെ ചേട്ടൻ ബാലു ഇവരൊക്കെ അറിയാം. കിച്ചുവൊക്കെ അന്നേ സ്റ്റാറാണ്. മറ്റേ സ്കൂളിൽ മറ്റേ
മറ്റേ കോളറൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ള മറ്റേ പരിപാടിയാണ്. ഷാറുഖ് ഖാൻ ലൈൻ പരിപാടി സാധനങ്ങളൊക്കെ പിടിച്ചോണ്ടിരിക്കുന്ന നന്നേ സ്റ്റാറാ. അന്ന് ഞാനൊക്കെ ഭയങ്കര ബഹുമാനത്തോടെ ഭയങ്കര ആരാധനയോടെ നോക്കിക്കണ്ടിരുന്ന ആളാണ്. പഠിത്തമൊന്നുമില്ല, പഠിത്തം പരിപാടികളൊന്നുമില്ല, നമ്മൾ പഠിത്തമില്ല, മറ്റേ അടിപിടി പരിപാടി ഒന്നുമില്ല. നമ്മൾ ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കാണ്. മറ്റേ ഇടി നൈസ് പരിപാടികൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇരുന്നു സ്കൂളില്. അങ്ങനത്തെ ഷൈൻ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഗ്യാങ് ഉണ്ടാവല്ലോ. കൂട്ടത്തിലെ ഫ്രീക്കനപ്പ് കൃഷ്ണശങ്കര കൂട്ടത്തിൽ അന്നായിരുന്നു. ഇന്ന് ചെറിയൊരു തന്തവന് അവൻ്റെ അടുത്ത് ഞങ്ങൾ ഇറങ്ങണ വീട്ടിൽ നിന്ന് പുറത്തേക്ക് അല്ല, അവൻ കുട്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫാമിലി അങ്ങനത്തെ ഒരു സാധനമായിട്ട് പിടിച്ചു നിൽക്കുകയാണ്. പണ്ട് അർമാദിച്ചതിൻ്റെ ഇപ്പം ഒന്ന് ഒതുങ്ങിയേക്കുന്നതാണ്. ഇല്ല, ഇപ്പോഴും ഈ പറയുന്ന പോലെ ഭയങ്കര എൻ്റർടൈനറാണ്. നമ്മുടെ കൂട്ടത്തിൽ നമ്മളിപ്പോൾ ഒരു ഇരുന്ന് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഭയങ്കര എൻ്റർടൈനിങ് ആണ്. കാരണം ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്കൊന്നും അങ്ങനെ സംസാരിച്ച പോലെ ലൈക്ക് പ്രസന്റേഷൻ ഉണ്ടല്ലോ, പ്രസന്റ് രീതി, കഥ പറഞ്ഞ് പ്രസന്റ് ചെയ്യുക, മസാലയൊക്കെ ഇട്ട് പൊടിപ്പും തങ്ങളോടുകൂടിയൊക്കെ പറയാൻ പറഞ്ഞാൽ അത് വർക്കാണല്ലോ. എല്ലാ പരിപാടികളും പറയുന്ന പരിപാടികളൊക്കെ വിശ്വസിക്കും. അത് വിശ്വസിക്കും. അത് വിശ്വസിക്കുന്നില്ല, അവൻ അങ്ങനെയായിരുന്നു എന്നൊക്കെ വിശ്വസിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ. അത്രയും കഴിവുള്ളവനായിരുന്നു അവൻ. ഈ പോഡ്കാസ്റ്റൊക്കെ കിട്ടി കഴിയുമ്പോൾ ഇറങ്ങി കഴിയുമ്പോൾ അവൻ എൻ്റെ പരിപാടി എടുക്കുന്നൊക്കെ. പക്ഷെ ഭയങ്കര രസമാണ്. ഭയങ്കര കൂട്ടത്തിൽ ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട് അങ്ങനെ നിൽക്കുന്ന ആളായിരുന്നു. ഷറഫും ഭയങ്കര ഇതായിരുന്നു. ശബരി കഥാപ്രസംഗമായിരുന്നു. ശബരീഷ് അന്ന് ഇത്രയും മൾട്ടി ടാലന്റ് ആയിരുന്നു. ഈ പാട്ട് എഴുതുക, പാട്ട് പാടുക, അത്രയും കുറെ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന ആളായിരുന്നു. അതെ, അന്നും എന്തൊക്കെയോ പരിപാടികളുണ്ടായിരുന്നു. എന്തൊക്കെയോ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിവരമായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടി കുറച്ച് തള്ളും. ഞാനൊക്കെ വിശ്വസിച്ചു. പക്ഷെ അൽഫോൺസ്, കിച്ചു, ഷറഫ് ഇവരൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ആ തള്ളെല്ലാം നടക്കില്ല. അതൊക്കെ എങ്ങനെയാണ് പറ്റിച്ചത്? മറ്റേ കമലഹാസനും മോഹൻലാലും മമ്മൂട്ടിയും കൂടി ഒരു പടം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കഥ ഉണ്ടാക്കി ഇറക്കിയിട്ട് ഇവർ MES ഒരുമിച്ച് പഠിച്ചത്. കോളേജ് ഇവർ ഒരുമിച്ച് ചെയ്തത്. ഞാൻ ബാംഗ്ലൂർ പോയല്ലോ. ഞാൻ ഭയങ്കര ലാംഗ്വേജിൽ ഇംപ്രൂവൈസ് ചെയ്യാനും ഭയങ്കര എക്സ്പോഷർ കിട്ടാൻ ഇംഗ്ലീഷൊക്കെ പഠിക്കാൻ ഞാൻ ബാംഗ്ലൂർ പോയി. ഇവരിവിടെ ഇവിടെ എല്ലാം പഠിച്ചു മതിയായിരുന്നു. അങ്ങനത്തെ പരിപാടികളൊന്നും ഇവരുടെ അടുത്ത് നടക്കൂല. ഷറഫ് അതുപോലെ കിച്ചു, അൽഫോൺസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പരിപാടി നടക്കൊന്നുമില്ല. അപ്പം അന്നേ ഇവൻ ഈ പറഞ്ഞ പോലെ കുറേ പരിപാടികളുണ്ട്. അന്നവൻ സൗണ്ട് എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഈ പറയുന്ന പോലെ സിനിമയോട് ചേർന്ന് നിൽക്കാന്നുള്ളൊരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ് അന്ന് SI പഠിക്കാൻ പോയതും കാര്യങ്ങളും. അപ്പോൾ ഇവരൊരുമിച്ചാണ് ഡിഗ്രി ചെയ്യുന്നത്, കിച്ചു, ശബരി, അൽഫോൺസ്. അപ്പം അന്ന് ഇവർ തമ്മിൽ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, നല്ല ബന്ധമുണ്ട്. ഞാൻ അൽഫോൺസ് ആയിട്ടുള്ളൂ കണക്ഷൻ. വല്ലപ്പോഴും നാട്ടിൽ വരുമ്പോൾ പാരിഷും അങ്ങനെയൊക്കെ ആയിട്ട് കണക്ഷൻ അത്രേ ഉള്ളൂ. അപ്പോൾ അന്ന് ഇവർ തമ്മിൽ സംസാരിച്ചപ്പോൾ ഉണ്ടായ സംഭവമായിരിക്കും ഈ പറയുന്ന കമൽഹാസനും അങ്ങനെ തള്ളിയതായിരിക്കും. ഞാൻ ആ സമയത്തില്ല, ഞാൻ വളരെ വൈകിയാണ്. 2009 ഇവർ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഞാനും ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് എത്തിയിട്ടാണ് സിനിമാപരമായിട്ട് ഒരുമിച്ച്. ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്ന 2009 എനിക്ക് അഭിനയിക്കണം എന്നുള്ളൊരു പരിപാടി ഇറങ്ങുന്നത്. അപ്പോൾ ആ സമയത്താണ് ഇവരുടെ കൂട്ടത്തിൽ കയറുന്നത്. ശബരീഷ് അല്ലേ ഈ തൃഷയ്ക്ക് വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ ആ സമയത്ത് നിങ്ങളുടെ കൂട്ടത്തിന്റെ ഇടയിൽ ഭയങ്കര വലിയ ന്യൂസും ഭയങ്കര അച്ചീവ്മെന്റ് ഒക്കെ ആയിരുന്നോ? എനിക്ക് അറിയില്ല. ഈ സൗണ്ട് എഞ്ചിനീയറിംഗ് എന്താന്ന് പോലും എനിക്ക് അതൊന്നും അറിയില്ല. അങ്ങനത്തെ രീതിയിലൊക്കെ ഇവൻ എന്തോ ചെന്നൈയിലെ സിനിമയുടെ എന്തോ പരിപാടിയാന്നുള്ളത് അറിയാം. സൗണ്ട് എഞ്ചിനീയറിംഗ് എന്താണ്, അല്ലെങ്കിൽ സൗണ്ട് മിക്സിങ് എന്താണ്, സൗണ്ട് ഡിസൈൻ എന്താണ്, ഇതൊന്നും അന്ന് അറിയില്ല. സിനിമ അറിയാം, കുറെ കാണാനറിയാം, നല്ല ഇതിൻ്റെ ബാക്കി ടെക്നിക്കാലിറ്റീസും കാര്യങ്ങളും അറിയില്ല. ഈ മലർവാടി കഴിഞ്ഞിട്ടേ മലർവാടിയിലെ ആളുകൾ ഒരു മാസ് അപ്പീലിൽ കുറച്ച് ആളുകൾ നോട്ടീസ് ചെയ്തതിന് ശേഷം പിന്നെ സിനിമകൾ കിട്ടാൻ വേണ്ടി സിജു എന്താ ചെയ്തിരുന്നത്? മലർവാടിയിൽ മാസ് അപ്പീലിൽ നോട്ടീസ് ചെയ്തു തന്നെ ഭീഷണിപ്പെടുത്തുന്ന റോളല്ലേ? ഭീഷണിപ്പെടുത്തുന്ന റോളാണ്. പക്ഷെ മാസപ്പീലൊന്നുമില്ല. ലാലേട്ടനെ പറ്റി പറയുന്നതുകൊണ്ട് എനിക്ക് അതിനകത്ത് ക്ലാപ്സ് കിട്ടി. ലാലേട്ടൻ ഫാനായിട്ട് അതിന് ക്ലാസ് കിട്ടില്ല. മാസപ്പീലൊന്നുമില്ല. ലാലേട്ടനുള്ള മാസപ്പീലിനായിരിക്കും ചിലപ്പോൾ. ചിലപ്പോ ഒന്നല്ല, അതിനാണ് എനിക്ക് കൈയടി കിട്ടിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര റെക്കഗ്നൈസ് ചെയ്തിട്ട് സിനിമയിൽ അഭിനയിച്ചല്ലോ ആദ്യമായിട്ട്. സാധാരണ സ്കൂളിൽ നിന്ന് പോകുന്ന ടീച്ചേഴ്സ് അന്ന് അവിടെ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ സ്കൂളിൽ നിന്ന് പോകുന്ന ടീച്ചേഴ്സൊക്കെ ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കര
ഭയങ്കര എന്താ പറയുക അപ്രീസിയേഷനും അതുപോലെ തന്നെ എല്ലാവരും വന്ന് റെക്കഗ്നൈസ് ചെയ്ത് കൊള്ളാം അടിപൊളി നന്നായി എന്നൊക്കെ പറഞ്ഞ മോട്ടിവേഷൻ. കുറച്ച് കഴിഞ്ഞിട്ട് സിനിമയൊന്നും ഇല്ലാണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും സിനിമ ഒന്നും ഇല്ലല്ലേ സിനിമയില്ലേ അങ്ങനത്തെ ചോദ്യം. അപ്പം ഞാൻ അയ്യോ സിനിമയിൽ അഭിനയിച്ചും പോയി ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനും പറ്റില്ല അങ്ങനത്തെ അവസ്ഥയായിരുന്നു. പിന്നെ ഞാൻ എറണാകുളത്ത് നടന്നേക്കുന്ന എല്ലാ ഓഡീഷനും ഞാൻ പോയി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഒട്ടുമിക്ക എല്ലാ ഓഡീഷനും ഉണ്ടായിരുന്നു. സുധി കോപ്പായിരുന്നു അതിൻ്റെ പ്രസിഡന്റ്. സുധീനൊക്കെ ഞാൻ ഓഡീഷൻ വന്നിട്ടാണ് പരിചയപ്പെടുന്നത്. സുധി അന്ന് വർക്ക് ചെയ്തോണ്ടിരിക്കണത്. സുധി അന്ന് വരും ഒന്നും യുവാവായിട്ട് ബൈക്കിനൊക്കെ വന്നിട്ട്. പുള്ളിയും ഭയങ്കര എൻ്റർടൈനറാണ്, ഒരു രക്ഷയില്ല. ഞങ്ങളുടെ ഏറ്റവും വലിയ ടൈം പാസ് സുധിയായിരുന്നു. സുധി വന്നിട്ട് ഇങ്ങനെ കുറേ പുള്ളിക്ക് അപ്പം എക്സ്പീരിയൻസ് ഉണ്ട്. സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളും അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് പോയി ഇന്ന് വർക്ക് ചെയ്ത് സിനിമയുടെ കുറേ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ പുള്ളി പറയും, നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യും. പിന്നെ വിറ്റാണ് പുള്ളിയുടെ അടുത്ത് ഇങ്ങനെ ഇരുന്നത്. പുള്ളി എന്നെ വിറ്റടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പം അന്ന് സുധി ഉണ്ട്. അപ്പം നന്ദനൊക്കെ ഞങ്ങൾ ഒരുമിച്ച് മലർവാടിയിലുണ്ടായിരുന്നു. നന്ദനുണ്ണി, അതുപോലെ തന്നെ ശ്രീറാം രാമേന്ദ്രൻ, ദീപക് പറമ്പോൾ, പിന്നെ ഗോപൻ എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്തിൻ്റെ ഗോപൻ രാമേന്ദ്രൻ, അങ്ങനെ എല്ലാവരും ഉണ്ടാവും. അതൊരു ഗ്യാങ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ നമുക്കിത് ശീലമായി. ഒരു 4-5 ഓഡീഷൻ കഴിയുമ്പോഴത്തേക്കും ഇത് നടക്കാൻ പോകണമെന്നില്ല, എന്നാലും പ്രതീക്ഷയാണ്. നടക്കാൻ പോകണമെന്നില്ല, വെറുതെ ഉടായ്പാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോവും. ഇപ്പോൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഓഡീഷൻ എന്ന് പറഞ്ഞിട്ട് ബസ് പിടിച്ച്, ഗോപൻ പെരുമ്പാവൂരാണ്. അപ്പോൾ അവന് ഈ പറയുന്ന പോലെ ബൈക്കുണ്ട്. അപ്പോൾ അവൻ്റെ ബൈക്കിലാവുമ്പോൾ വരും. നമ്മൾ ഈ പറയുന്ന പോലെ നേരെ എറണാകുളത്ത് വരും. രവിപുരത്ത് ലുക്മാൻസ് എന്ന് പറയുന്ന ഫാഷൻ ഇതുണ്ടായിരുന്നു, അവരുടെ ഓഡീഷനൊക്കെ നടക്കും. അവിടെ എപ്പോഴും ഓഡീഷൻ ഉണ്ടാവും. അപ്പോൾ അവിടെ നേരെ വരുന്നു. അപ്പോൾ ഒരു ലോഡ് പിള്ളേരുണ്ടാവും. നമ്മൾ സ്ഥിരമാണല്ലോ, നമ്മൾ സ്ഥിരമായതുകൊണ്ട് നമുക്കിതറിയാം എപ്പോഴാണ് നടക്കുന്നത്, എപ്പോഴായിരിക്കും പരിപാടി വിളിക്കാൻ പോകുന്നത്, സാധനങ്ങളൊക്കെ നമുക്കറിയാം. നമ്മൾ മാറിയെന്ന് അവിടെ ഭയങ്കര സൊറഞ്ഞിരിക്കലാണ്. കുറേ കഥകളും. സുധിയാണ് മെയിൻ. സുധി ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളാണെങ്കിൽ ഭയങ്കര ചിരിച്ച് കളിച്ച് നിൽക്കുമ്പോൾ ആദ്യമായിട്ട് വന്നവന്മാരുണ്ടോ അതിനകത്ത്. ഒരു കാര്യത്തിന് ഒരു സീരിയസ്നെസ് ഇല്ലാത്ത രീതിയിൽ നിന്നൊക്കെ അങ്ങനത്തെ രീതിയിലൊക്കെ നോക്കിയിട്ടുണ്ട് പിള്ളേരൊക്കെ വന്ന്. അപ്പം നമ്മൾ കുഴപ്പമില്ല ശീലമായിക്കോളും അങ്ങനത്തെ രീതിയായിരുന്നു. കാരണം ഒരുപാട് ഫേക്ക് ഓഡീഷൻസും അങ്ങനത്തെ പരിപാടികളൊക്കെ. പൈസ ഒക്കെ ചോദിച്ചിട്ടുണ്ടോ? പിന്നെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. പൈസ 5 ലക്ഷം രൂപ ചോദിച്ചിട്ടുണ്ട്. അതായത് ഇതിൽ ഈ സിനിമയിലെ കഥാപാത്രത്തിന് ആപ്റ്റായിട്ടുള്ള ആൾ നിങ്ങളാണ്. പക്ഷെ പറഞ്ഞ പോലെ ഇത്ര 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്കതിൽ നായകനായിട്ട് ചെയ്യാം. പക്ഷെ വേറൊരു പയ്യൻ 5 ലക്ഷം രൂപ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ അവന് ആപ്റ്റല്ല, അവൻ അത്ര ആപ്റ്റല്ല. അതുകൊണ്ട് നിങ്ങളാണ് കറക്റ്റ് പെർഫെക്റ്റ്. 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് പരിപാടി ചെയ്യാം. എൻ്റെ പൊന്നെ വേണ്ട. ഞാൻ പറയാ സിനിമയിലൊന്നും എങ്ങനെയെങ്കിലും കുറച്ച് കാശുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അങ്ങോട്ട് എടുക്കാൻ എന്തായാലും 10 പൈസയില്ല. ഒരു 3 ലക്ഷം രൂപ ഉണ്ടെങ്കിലും നോക്കൂ, നിങ്ങൾ അത്ര ആപ്റ്റായതുകൊണ്ടാണ് അങ്ങനത്തെ രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. ചെയ്തില്ല. സിനിമ ഒന്നും നടന്നിട്ടൊന്നുമില്ല. ആരെങ്കിലുമൊക്കെ കാശ് പോയിട്ടുണ്ടാവും ഇതുപോലെ. ആരുടെങ്കിലും നല്ല ഒരുപാട് പേരുടെ കാശ് പോയിട്ടുണ്ട്. അങ്ങനെ ഭാഗ്യത്തിന് എൻ്റെ കയ്യിൽ നിന്ന് കാശ് പോയിട്ടില്ല. അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ. കാശ് ഉണ്ടായിരുന്നില്ല ഒന്നാമത് പോകാനായിട്ട്, അതൊന്നാമത്തെ കാര്യം. ഒരുപാട് പേര് അങ്ങനെ ഫേക്ക് പരിപാടികളുമായിട്ട് ഒരുപാട് കാശ് കളഞ്ഞിട്ടുണ്ട്. കാരണം സിനിമ എന്ന് പറയുന്നത് അത്രയും ക്രേസാണ്. നമ്മൾ വെറുതെ പറയുന്നല്ല. അതായത് 100-ൽ 99 പേർക്കും അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടാകുമെന്ന് പറയുന്നത് വെറുതെ അല്ല. അതാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു പോയി കഴിഞ്ഞാൽ എല്ലാവരും അഭിനയിക്കുക, ജീവിക്കുകയാണ്. ഫോൺ എടുത്ത് വെച്ചിട്ട് വീട്ടിലെ പരിപാടികളെല്ലാം കോണ്ടന്റുകളാണല്ലോ. അത്രയും ആഗ്രഹവും താല്പര്യമുള്ളതുകൊണ്ട് എല്ലാവരും സ്വയം സിനിമകളും അല്ലെങ്കിൽ കോണ്ടന്റുകളും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ മലർവാടി ഡേയ്സ് ഉണ്ടല്ലോ, നിങ്ങൾ തന്നെ സ്കിറ്റുകളൊക്കെ പെർഫോം ചെയ്ത, നിങ്ങൾ തന്നെ സ്വയം നടന്മാരായിട്ട് ആദ്യം കുറെ പ്രിപ്പയർ ഒക്കെ ചെയ്ത സമയം, അത് എങ്ങനെയായിരുന്നു? അത് ശരിക്കും ഒരു പ്രോപ്പർ വർക്ക്ഷോപ്പ് ഒക്കെ പോലെ തന്നെ? അതെ, പ്രോപ്പർ പക്ക വർക്ക്ഷോപ്പായിരുന്നു. കാരണം 3 ദിവസമായിരുന്നു ഉണ്ടായിരുന്നത്. 3 ദിവസത്തെ വർക്ക്ഷോപ്പായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഓഡീഷൻ കഴിഞ്ഞ് കുറച്ച് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ക്യാമ്പിന് വേണ്ടി വിളിക്കണം. വിനീത് തന്നെയാണ് വിളിച്ചിട്ട് പറഞ്ഞാൽ ഇങ്ങനെ 3 ദിവസത്തെ ക്യാമ്പ് ഉണ്ട്, അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ, ഓക്കെ ആണോ? ഓക്കെ. എന്നിട്ട് നമ്മൾ ഒരു 10-22 പേരുണ്ടായിരുന്നു അന്ന്. അപ്പം നമ്മൾ 22 പേരെ 4 പേരും 3 പേരൊക്കെ ആയിട്ടുള്ള ഗ്രൂപ്പുകളാക്കി. എന്നിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ തന്നെ കോണ്ടന്റ് തയ്യാറാക്കുക, പിന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കാം. എന്നിട്ട് അതിൽ നിങ്ങളുടെ ഡയലോഗ്സ് നിങ്ങൾ തന്നെ എഴുതുക. നിങ്ങൾ തന്നെ എഴുതിയിട്ട് നിങ്ങൾ തന്നെ ആ ഡയലോഗ്സ് മാറാതെ, ഒരു ഇതുപോലും മാറാതെ, എന്താണ് എഴുതി വച്ചേക്കുന്ന ഡയലോഗ്
നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡയലോഗ് എഴുതി വെക്കാം, പക്ഷേ എഴുതി വെച്ച സാധനം അതുപോലെ തന്നെ പ്രസൻറ്റ് ചെയ്യണം. അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കല്ലോ, ക്രിയേറ്റീവായിട്ട് നമ്മളും തിങ്ക് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഇൻവോൾവ് ആണ് ക്രിയേറ്റീവായിട്ട്. നിവിൻ ഉണ്ടായിരുന്നു, മുരളീകൃഷ്ണൻ ഉണ്ടായിരുന്നു, പിന്നെ നിതിൻ എന്ന് പറഞ്ഞ പേരുണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരായിരുന്നു. മുരളീകൃഷ്ണൻ വിനയൻ സാറിൻ്റെ സിനിമയിൽ അഭിനയിച്ചാണ്. നമ്മുടെ രഘുവിൻ്റെ സ്വന്തം റസിയ എന്ന് പറഞ്ഞ സിനിമയിലെ നായകനാണ്, ശിവതയുടെ ഹസ്ബൻഡാണ്. മുരളി ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരായിരുന്നു. ഞാൻ, നിവിൻ, മുരളി, പിന്നെ നിതിൻ എന്ന് പറഞ്ഞൊരു പയ്യുണ്ട്. അവനിപ്പോൾ നിതിൻ എന്ന് പറഞ്ഞ പയ്യൻ ദുബായിലോ അബ്രോഡ് എന്തോ വർക്ക് ചെയ്യാണ്. ഞങ്ങൾക്ക് പിന്നെ സിനിമയിലെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്ന പരിപാടിയും ഉണ്ടായിരുന്നു. ഞങ്ങളതിന് മറ്റേ കുഞ്ഞിൻ്റെ പേര് മല ആ സാധനമായിരുന്നു. അതെ, നിവിനായിരുന്നു തിലകൻ്റെ റോൾ ചെയ്തത്. അവൻ്റെ കാലൊടിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ മറ്റേ പ്ലാസ്റ്റർ എന്തൊക്കെയാണ് മറ്റേ, അപ്പോൾ സ്റ്റിക്കൊക്കെ പിടിച്ചുകൊണ്ടാണ് മറ്റേ തിലകൻ്റെ ഇത് കൊടുത്തു. മുരളിയാണ് ലാലേട്ടൻ്റെ, ഞാൻ മണിയമ്പളി രാജേന്ദ്രനായിരുന്നു. ഞങ്ങൾ 2 പേരും അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ അത് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓക്കെ ആയിരുന്നു അത് അന്ന് ചെയ്ത്. എല്ലാവരും ചിരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler.